അന്യലികൾക്ക് അവകാശം ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി, രഘുപത് മിനിസ്റ്ററുടെ അഡ്മിൻ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസി, ഈ മീറ്റിംഗിൽ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ വർഷം ലീഡ് ചെയ്ത പ്രിയ ജസ്റ്റിൻ, എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സിസ്റ്റർ സെലിൻ, മറ്റുള്ള ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവനും ചൈതന്യവും നൽകുന്ന വചനമാകിയാൽ അല്പസമയം ദൈവവചനത്തിന്റെ ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇന്ന് പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന എന്നാണല്ലോ പറയുന്നത്, അല്ലെ? ഉപവാസ പ്രസംഗമല്ല. അതുകൊണ്ട് കൂടുതൽ ടൈം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ഒരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് ആ ദൈവവചനത്തിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഒരുക്കം നമുക്കുണ്ടാകേണ്ടതിന് കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുക. അതിന് എന്റെ ഹൃദയത്തിലേക്ക് രാവിലെ വന്നൊരു വചനം എബ്രായ ലേഖനത്തിന്റെ ഒരു ചിന്തയാണ്. നമുക്കറിയാവുന്ന വചനങ്ങൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പൂട്ടിയൊക്കെ ചെയ്യുന്ന ഒരു ദൈവവചനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ തന്നെ വായിക്കാം. നമ്മൾ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. അതിനുശേഷം ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-ന്റെ 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. സ്തോത്രം. അപ്പൊ ഒറ്റ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ശ്രദ്ധിച്ച് നോക്കുവീൻ, അല്ലെ നോക്കുവീൻ, കേൾക്കുവീൻ, അടുത്തു വരുവീൻ എന്നുള്ള 3 പദമാണ് ഈ എബ്രായ ലേഖനത്തിന്റെ മെയിനായിട്ടുള്ള ആശയം. എന്തൊക്കെയാ? നമ്മൾ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ഇവിടെ വായിക്കുന്നു നോക്കുവീൻ. പിന്നെ നമ്മൾ 2-ാം അധ്യായത്തിൽ പറയുന്ന കേൾക്കുവീൻ. വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് അതിനെ നമ്മൾ കേൾക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ 4-ാം അധ്യായത്തിലെ 10-ാം അധ്യായത്തിലൊക്കെ അടുത്തു വരിക എന്ന് പറയും. അപ്പൊ ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ആത്മീയ ഉദ്ധാരണത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെന്താ? ദൈവവചനം കേൾക്കുക. പിന്നെന്താ? കൃപാസനത്തോട് അടുത്തു വരിക. ഈ ചിന്തകൾ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാർത്ഥനയോടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വചനഭാഗം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ എബ്രായ ലേഖനം നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ ലേഖനങ്ങളുടെയും ടൈറ്റിലിൽ ആരാ എഴുതുന്നു ഇല്ലേ? പക്ഷെ ഇതിനകത്ത് എന്തോ ഇല്ല, ആരായിട്ട് എഴുതുന്നു. പൗലോസ് എഴുതുന്നൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ പൗലോസാണ് എഴുതുന്ന പെന്തക്കോസ്ത് സഭകളായി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് പൗലോസ് ആണെന്നുള്ളതിന്റെ ധാരാളം തെളിവുകളുണ്ട്. ഇത് പക്ഷെ ഒരു ബൈബിൾ സ്റ്റഡി അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ അതിലേക്ക് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീമോഥെയോസ് തടവിൽ നിറങ്ങിയതും പിന്നെ പൗലോസിന്റെ തന്നെയായ ചില പ്രത്യേക വാക്കുകളൊക്കെ ഇതിനകത്ത് പറയുന്നുകൊണ്ടും പൗലോസ് ആണെന്ന് വിശ്വസിക്കുന്നു. ആ ഭാഗം ഞാനങ്ങ് വിട്ടിട്ട് ഞാൻ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ദൈവം ആരാ? സംസാരിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാ? സംസാരിക്കുന്ന ദൈവം. നമ്മൾ 1-ാം വാക്യത്തിൽ വായിക്കുന്നല്ലോ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പല ദൈവങ്ങളെ നമുക്കറിയാമല്ലോ. നമ്മളിപ്പോ ദൈവങ്ങൾ എന്ന് പറയുന്ന പലരും, പക്ഷെ ആ ദൈവങ്ങളെന്നുള്ള പലരും ഈ ദൈവം സംസാരിക്കാതിരിക്കുന്നത്. ഈയിടെ ഫേസ്ബുക്കിൽ വന്നൊരു, എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു. ഞാൻ ഇച്ചിരി നേരം ഓർത്ത് ചിരിക്കുകയും ചെയ്തു. ഒരു അമ്മയുടെ ഇച്ചിരി സ്വർണം കളവ് പോയി. അരപ്പവന്റെ മാല എങ്ങോട്ടൊരു അമ്മയുടെ കളവ് പോയി. അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പൊ ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോയി ഇല്ലാത്ത പൈസ വെച്ചൊക്കെ ഇങ്ങനെ അരപ്പവൻ മാലയൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതങ്ങ് കളവ് പോയി. പക്ഷെ അമ്മ എന്തോ എന്നറിയാമോ? പെട്ടെന്ന് അമ്മയുടെ ആ ദൈവത്തോട്, അവർ വിളിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് കംപ്ലൈന്റ് പാടി ചെന്നു. ദൈവമേ, എന്റെ മാല എടുത്തവൻ ആരാ? തിരിച്ചു തരാൻ അവന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടു, മോളെ, നിന്റെ അരപ്പവനെല്ലാം പോയുള്ളൂ, എന്നെ മൊത്തം അവർ ഊറ്റിക്കൊണ്ടുപോയി. നോക്കണേ, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാ? നമ്മുടെ ദൈവം നമ്മളോട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ്, ഇങ്ങനെ ഒരു പരാജയപ്പെട്ട ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവത്തെ, സ്തോത്രം, നമ്മൾ സേവിക്കുന്നു. ഇവിടെ നോക്കിയാൽ നമ്മുടെ ദൈവം അരുളി ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കമ്മ്യൂണിക്കേറ്റിംഗ് ഗോഡ്. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഭവനങ്ങളായിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി ഇടപെടാനായിട്ട് ആഗ്രഹിക്കുക. ദൈവവചനത്തിന്റെ പ്രത്യേകത, വചനത്തിന് ബന്ധനമില്ല. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹ ലേഖനമൊക്കെ എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വചനത്തിനോ ബന്ധനമില്ല. താൻ ബന്ധിക്കപ്പെട്ടാ കിടക്കുന്നേ, അല്ലെ? പക്ഷെ താൻ ബന്ധിക്കപ്പെട്ടാ കിടക്കുന്നത്, എനിക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ല. പക്ഷേ തൻ്റെ അകത്തുള്ള, താൻ എഴുതുന്ന, തൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് ഈ വചനത്തിന് ബന്ധനമില്ല. ഈ രാത്രിയും ഈ വചനത്തിന് ബന്ധനമില്ല.
നമ്മൾ സങ്കീർത്തന ഭാഗത്ത് വായിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ പ്രകാശിപ്പിക്കണം. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനം, അല്ലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനം നിറച്ചെന്താ ഉള്ളത്? നിറച്ചുള്ളത് ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ ഈ രാത്രി ദൈവം നമ്മളോട് അത്ഭുതങ്ങൾ കൂടിയും അടയാളങ്ങൾ കൂടിയും വിവിധ വീര്യപ്രവർത്തികൾ കൂടിയും തന്റെ വചനത്തെ ഉറപ്പിച്ചൊരു ദൈവമാണ് നമ്മുടെ നടുവിൽ ഈ രാത്രി ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവം ആരാ? നമ്മളോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ഗോഡ്. രാത്രി ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന മക്കളോട് നമ്മുടെ ദൈവം എന്ത് ചെയ്യും? നിശ്ചയമായി ഇടപെടും, നിശ്ചയമായി സംസാരിക്കും. നമ്മളെ ഒരിക്കലും നിരാശരായി പറഞ്ഞു വിടുന്നവനല്ല, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നവനായൊരു ദൈവം. ചിലപ്പോൾ ഈ ദൈവത്തിന്റെ പ്രത്യേകത മൗനമായിരിക്കും. നിങ്ങൾ ചിലരെങ്കിലും അത് അനുഭവിച്ചു കാണും. ദൈവത്തോട് പലവട്ടം പ്രാർത്ഥിച്ചിട്ടും മൗനമായിരിക്കുന്നതിലെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ ഈ മൗനതയ്ക്കും എന്താ, അതിനും ഒരു മഹത്വമുണ്ട്. അതിന്റെ പിൻപിലും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവം നിസ്തുലനായ ദൈവം. ഈ എബ്രായ ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുതയാണ്, അല്ലെ ഒരു തീമാണ് ദൈവത്തിന്റെ നിസ്തുലത, സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ നിസ്തുലത എന്ന് പറഞ്ഞാൽ എന്താ? അവന് തുല്യം പറയാൻ ആരുമില്ല. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, തുല്യം ചൊല്ലാൻ ആരുമില്ല. നമ്മുടെ ദൈവത്തോട് തുല്യം ചൊല്ലാൻ ആരുമേ ഇല്ല, അവനോട് തുല്യത പറവാൻ ആരുമില്ലാത്ത. അതുകൊണ്ട് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. നമ്മുടെ കർത്താവാരാ? മഹത്വവും ബഹുമാനവും അണിഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. 1-ാം അധ്യായം എനിക്ക് ഒത്തിരി സന്തോഷമാണ്, പക്ഷെ അതിലേക്കൊന്നും നിൽക്കാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാത്രിയിലെ പ്രാർത്ഥന മറ്റൊരു തലത്തിലാണല്ലോ, ഉപവാസ പ്രാർത്ഥന ആണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനത്തിന്റെ ടൈറ്റിൽ ആരാ എഴുതിയേക്കുന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണ്? എൻ്റെ ഒരു പഠനമാണ് കേട്ടോ. എന്താണ് ഈ ലേഖനകർത്താവ് തന്റെ പേരെഴുതാൻ മറന്നുപോയതൊന്നുമല്ല. താൻ തന്റെ പേര് ഇവിടെ അപ്രസക്തമാണെന്ന് ചിന്തിച്ചു. കാരണം ക്രിസ്തുവിന്റെ നിസ്തുലതയെ കുറിച്ചാണ് വർണ്ണിച്ചു വരുന്നത്. 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ നിസ്തുലത, 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും അങ്ങനെ 13-ാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ നിസ്തുലതയെ കുറിച്ച്, ക്രിസ്തുവിന്റെ സുപ്രീമസിയെ കുറിച്ച്, അവന്റെ അതുലതയെ കുറിച്ച്, കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിച്ചു വരുമ്പോ ഈ ലേഖനകർത്താവ് ഓർക്കുക, ഞാൻ അപ്രസക്തനാ. ഈ വലിയ കർത്താവിനെ, മഹത്വം അണിഞ്ഞു നിൽക്കുന്ന, ബഹുമാനവും മഹത്വം അണിഞ്ഞു നിൽക്കുന്ന രാജാതിരാജാവായ പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിയ ഈ ക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുമ്പം എനിക്കെന്ത് യോഗ്യത? ഈ രാത്രി നമുക്കും അതേ പറയാനുള്ളൂ. ഈ ക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന, ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ, അവനെ പാടുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ നമുക്കൊരു അവകാശം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. ആണോ? ഈ വചനത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുക, നമ്മുടെ കർത്താവ് ആരാ? തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്ന ദൈവം. ഈ രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന വാക്യങ്ങളാ. ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്ന കരങ്ങൾ കൊണ്ട് നിന്നെ വഹിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആരുമില്ല, എന്റെ ഭാരം അറിയാൻ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ രാത്രി പരിശുദ്ധ പറയാ, തന്റെ ശക്തിയുള്ള കരങ്ങളിലാ കുഞ്ഞേ നീ. എവിടാ? ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങളിൽ. അവിടുന്ന് ആരും പിടിച്ചു പറിച്ചുകൊണ്ട് പോകത്തില്ല നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ കയ്യിലാണോ നമ്മൾ? അവിടെ ഇവിടെ വന്ന് സാത്താൻ ഇങ്ങനെ നോക്കിയേച്ചു പോത്തേ ഉള്ളൂ, നമ്മളെ തൊടാൻ അവന് അധികാരമില്ല. കാരണം യോബിനോട് ചോദിച്ച യോബ് പറയും, ചുറ്റും വേലിയ, അല്ലെ? ചുറ്റും വേലിയ. യോബിന് ചുറ്റും വേലി, യോബിനുള്ളതിനൊക്കെയും ചുറ്റും വേലി, അല്ലെ? അങ്ങനെ ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന നമ്മെ സാത്താന് നോക്കാൻ പോലും അധികാരമില്ല. പിന്നെ അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ എങ്ങനെ യോബിനെ നോക്കിയത്? യോബിനെ നോക്കിയ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. ദൈവത്തോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ്. അത്ര ഉറപ്പായിരുന്നു ദൈവത്തിന് യോബിനെ കുറിച്ച്, അത്ര ഗ്യാരണ്ടി ആയിരുന്നു. എന്റെ വിശ്വാസം ഏതെല്ലാം പ്രതികൂലത്തിന്റെ തീച്ചുളയിലോട്ട് എന്റെ മകനെ എറിഞ്ഞു കൊടുത്താലും വിശ്വാസിൽ അവൻ തീഷ്ണതയോടെ നിൽക്കുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ദൈവം യോബിനെ അങ്ങനെ ഭരമേൽപ്പിച്ചത്. നമ്മൾ യോബിനെ കുറിച്ചല്ലല്ലോ ഈ രാത്രി ചിന്തിക്കുന്നത്. അപ്പൊ നോക്കിയേ, ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്ന ദൈവം. 3-ാം വാക്യത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുക, അത് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവിനെ ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച ഒരു പുരോഹിതൻ, മഹാപുരോഹിതനായിട്ടാണ്. പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം യേശു എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു, അല്ലയോ? സ്തോത്രം. യേശുവിന്റെ നിസ്തുല തന്നെ അതാ. ലോകത്തിൽ ഒത്തിരി ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഒത്തിരി ദൈവങ്ങളും ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഒത്തിരി മനുഷ്യരും
ഒത്തിരി ആൾ ദൈവങ്ങളും ഒക്കെയുള്ള ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇവർക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താ? അവർക്കാർക്കും പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി എന്ന് പറയാൻ കഴിയാത്തപ്പം നമുക്കൊരു കാര്യം നിസ്തുലതയോടെ പറയാം, കരങ്ങൾ ഉയർത്തി പറയാം, സന്തോഷത്തോടെ പറയാം, ആത്മനിറവോട് പറയാം, തുള്ളിച്ചാടി നമുക്ക് പറയാം, നമ്മുടെ ദൈവമാരാ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ദൈവം. സ്തോത്രം. ഭവനങ്ങളാണെങ്കിലും ദൈവത്തെ അങ്ങ് സ്തുതിച്ചോണം. കാരണം പാപത്തിന് പരിഹാരം ഉണ്ടാക്കി. അത് മനുഷ്യർക്ക് സാധ്യമേ അല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന പറയുമ്പോൾ എന്താ? ഒരു ശുശ്രൂഷ ഇന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ശുശ്രൂഷ എന്താ? ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ. ആ ശുശ്രൂഷ ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. അപ്പൊ നിങ്ങൾ ഓർക്കും, ഞങ്ങളെല്ലാം കൂടുതൽ സഹോദരിമാരാണല്ലോ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ സഹോദരന്മാരെ എന്നാണല്ലോ. കർത്താവ് സ്തോത്രം നമ്മളെ വിളിക്കുക വിശുദ്ധ സഹോദരിമാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാ? സ്വർഗീയ വിളിക്ക് നമ്മൾ ഓഹരിക്കാരാ. ഈ ഒരു കാര്യമൊക്കെ മതി നമുക്ക് സന്തോഷിക്കാൻ, അല്ലെ? വിശ്വാസ പ്രാർത്ഥനയ്ക്ക് ഇതൊക്കെ ഓർത്താ സന്തോഷിക്കേണ്ടത്. സ്തോത്രം. നമ്മൾ ആരാ? നമ്മൾ ചില്ലറക്കാരല്ല. നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ദൈവത്തിന്റെ മക്കളെങ്കിലോ റോമാലേഖനം പറയുന്ന അവകാശികളുമാണ്. സ്തോത്രം. നമ്മളെ ഈ ലേഖനമൊക്കെ പഠിച്ചു വരുമ്പോ അറിയാം നമ്മുടെ കർത്താവ് ആരാ. നമ്മുടെ കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, കർത്താവിന്റെ സഹോദരന്മാരായി തീരാനുള്ളൊരു വിളി ഇവിടെ വായിക്കുന്നു. സ്വർഗീയ വിളിക്ക് നമ്മൾ ഓഹരിക്കാരൻ. നമ്മൾ വിളി ലഭിച്ചവരാ, ചുമ്മാതെ കയറി വന്നവരല്ല, അല്ലേ? നമ്മളിങ്ങനെ മലയാളം നമ്മൾ പറയുന്നെങ്കിലും നമ്മൾ ചില കൊളോക്കൽ ലാംഗ്വേജിലൊക്കെ പറഞ്ഞു വലിഞ്ഞു കയറി വന്നവരല്ല. അങ്ങനെ വന്നവരല്ല നമ്മൾ. പിന്നെന്താ? ദൈവത്തിന്റെ വിളി ലഭിച്ചവരാ. ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് സ്വർഗീയ വിളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയുടെ പേരെന്താ? ആ കോൾ ഹെവൻലി കോൾ, അല്ലെ? ഹെവൻലി കോളിംഗ് ലഭിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചു. സ്തോത്രം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ 2 തീമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 9 വായിക്കുന്ന വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. ആ വിളിയുടെ പേരെന്താ? സ്തോത്രം. കോളി. സ്തോത്രം. നമുക്ക് ദൈവം വിശുദ്ധ വിളി കൊണ്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്തിനാ അങ്ങനെ വിളിച്ചത്? വിശുദ്ധരാകാൻ വിളിച്ചു. വിശുദ്ധരായതുകൊണ്ടല്ല, വിശുദ്ധരാകുവാനുള്ള വിളിയാണ്. ഇനിയും ഫിലിപ്പ് ലേഖനം 3:14 വാക്യത്തെ നമ്മൾ വായിക്കുന്നു, പരമവിളിയുടെ വിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടും. അപ്പൊ ഈ വിളിക്കെല്ലാം എന്തുണ്ട്? ഒരു വിരുദുണ്ട്, അല്ലെ? അത് ശരിക്കും നമ്മൾ ഓടിയാൽ, ഓട്ടക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഓട്ടം നമ്മൾ ഓടി തികച്ചാൽ നമുക്കൊരു ബിരുദുണ്ട്. സ്തോത്ര. ആ വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പരമവിളി, ഹൈക്കോളി. 3 വിളിയുടെ 3 തലങ്ങൾ ഞാൻ പറഞ്ഞു. 1 ഹെവൻലി കോളി, സ്വർഗീയ വിളി. 2 ഫിലിപ്പിയ ലേഖനം 3:14 ഭാഗത്ത് ഹെവൻലി കോളി, സ്തോത്രം. പരമവിളി, ഉന്നതമായ വിളി. അതിൽ പരം ഒരു വിളി നമുക്കില്ല. അങ്ങനെ ഉന്നതമായ ഒരു വിളി ലഭിച്ചവരാ നമ്മൾ. എന്നിട്ട് നമ്മൾ തീമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നു, കോളി, വിശുദ്ധ വിളി ലഭിച്ചവർ. ഇതാരാ വിളിച്ചേ? പരിശുദ്ധൻ വിളിച്ചതുകൊണ്ട്, വിശുദ്ധൻ വിളിച്ചതുകൊണ്ട് ഈ വിളിയുടെ പേര് വിശുദ്ധ കോളി എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. 3 കോളിങ്ങിനെ കുറിച്ച് 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾക്ക് ഈ വിളി ലഭിച്ചവരാ, സ്വർഗ്ഗ വിളിക്ക് നമ്മൾ ഓഹരിക്കാരാ. എന്നിട്ട് യേശുവിന്റെ ശുശ്രൂഷയുടെ 2 തലങ്ങൾ, നമുക്ക് 2 ഡയമെൻഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്താ? സ്തോത്രം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിന്റെ ആളത്വത്തിന്റെ, സ്തോത്രം, 2 പദങ്ങൾ, 2 ശുശ്രൂഷ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. 1 എന്താ? യേശുവിന്റെ അപ്പോസ്തലനും, 2 മഹാപുരോഹിതനും. നമ്മൾ ഈ എബ്രായ ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലം പറയാതാ ഞാൻ പോയത്. ഞാനത് ഓർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സമയം, നിങ്ങൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനല്ലേ സമയം കൂടുതൽ വേണ്ടി, അങ്ങനെ പ്രാർത്ഥിച്ചോട്ടെന്ന് ഓർത്ത് ഞാനിതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാതാ പോയത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആകുമ്പോ എന്താ ഈ പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ മനസ്സിലാകും. പകലാണെങ്കിൽ നമ്മൾ സഹോദരിമാരാണ്ട് ജോലിയുടെ തിരക്കും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇപ്പൊ ഒരു ശാന്തതയുള്ള സമയമാകൊണ്ട് ഇച്ചിരിയുടെ വചനം അകത്തേക്ക് കയറും. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കാം. ഇതിന്റെ പശ്ചാത്തലം, ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പം നമുക്കറിയാം, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവരാണ് ഈ ജൂയിഷ് ക്രിസ്ത്യൻസ്. അവർക്ക് വേണ്ടിയാണ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. അവർക്ക് യേശുവിന്റെ അതുല്യതയും യേശുവിന്റെ മഹത്വവും മനസ്സിലാക്കാനാണ് ഈ ലേഖനം എഴുതിയത്. അപ്പം നമുക്കറിയാം, ക്രിസ്തുവിന്റെ വരവ് ശീഘ്രം സംഭവിക്കുമെന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. 10-ാം അധ്യായത്തിലൊക്കെ നമ്മളിത് വരുവാനുള്ളവൻ വരും, നിശ്ചയം, താമസിക്കയില്ല
എന്നൊക്കെ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് ശീഘ്രം കർത്താവ് വരുമെന്ന് ഓർത്തിരുന്നവരാ. അതുകൊണ്ട് പ്രതികൂലമൊക്കെ വന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ വളരെ പ്രതികൂലത്തിന്റെ നടുവിലാണ് ഈ എബ്രായ ക്രൈസ്തവർ നിൽക്കുന്നത്. അപ്പം നമുക്കറിയാം നീറോ ചക്രവർത്തിയുടെ പ്രതികൂലങ്ങളും അന്ന് പല പല പേഴ്സിക്യൂഷൻസ് ഒക്കെ ഇവർ അനുഭവിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ പ്രതികൂലങ്ങളൊക്കെ അവർ അനുഭവിച്ചു വന്നപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ എന്തും അനുഭവിച്ചാൽ യേശു ഇതാ വരുന്നൊരു പ്രത്യാശയില്ല അവർ നിന്ന്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം എന്തോ സംഭവിച്ചു, അവർ ചിന്തിച്ച പോലെ ശീഘ്രം ഈ വരവ് നടക്കാതിരുന്നപ്പം പ്രത്യാശയിൽ ഒരു മങ്ങൽ അവർക്കുണ്ടായി. പ്രത്യാശയിൽ ഒരു ഇച്ഛാഭംഗം അവർക്കുണ്ടായി. ഈ സാഹചര്യത്തിൽ കർത്താവിന്റെ വീണ്ടും വരവിനെ പറ്റി അവരെ ഉറപ്പിക്കുക എന്നുള്ളത് ഈ ലേഖനകർത്താവിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ ആ വാക്യം ഓർപ്പിച്ചല്ലോ. കർത്താവ് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ലെന്നൊക്കെ പറഞ്ഞവര് ഉറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലം വരുമ്പോഴും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രത്യാശ എന്താ? തീത്തോസ് അതിനെക്കുറിച്ച് ഭാഗ്യകരമായ പ്രത്യാശ എന്നാ പറയുന്നത്. അത് നമുക്കേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താ? ഇതിനപ്പുറത്ത് സ്തോത്രം എനിക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശ. മരണത്തെ ജയിച്ചു മുന്നേറി പോകുമ്പോഴും നമ്മൾ തന്നെ മരണത്തെ വെല്ലുവിളിച്ചോണ്ടാ പോകും. നമ്മളിത് കൊരിന്ത്യർ ലേഖനം 15 കാണുന്നുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? സ്തോത്രം, നിന്റെ വിഷമുള്ള എവിടെ എന്നൊക്കെ പറഞ്ഞ് മരണത്തെ ജയഭേരി മുഴക്കിക്കൊണ്ട ഭക്തൻ ഉയർത്തെഴുന്നേൽക്കുന്നത് തന്നെ അല്ലെ. അപ്പൊ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ളത്, കല്ലറ എന്റെ ജീവിതത്തിന്റെ അന്ത്യമല്ല എന്നുള്ളത് ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ പ്രത്യാശ. ദൈവത്തിന്റെ സ്തോത്രം. ആദ്യകാലങ്ങളിൽ ഒത്തിരി പ്രോസിക്യൂഷൻസ് കൂടി കടന്നു പോകുമ്പം ഒരു ഭക്തന്മാർ തമ്മി കാണുമ്പം പറഞ്ഞുകൊണ്ടിരുന്നൊരു പദം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാ. പക്ഷെ നിങ്ങളുടെ മനസാക്ഷി ഒന്ന് നിങ്ങളുടെ പരമാർത്ഥ മനസാക്ഷി ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടി ഞാനൊന്ന് ഓർപ്പിക്കാം. മാറാനാഥ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? നമ്മുടെ കർത്താവ് വേഗം വരുന്നു, മാറാനാഥ എന്ന് പറഞ്ഞായിരുന്നു അവര് അഭിസംബോധന ചെയ്യുന്നത്. ഒരു വിശ്വാസിയെ കാണുന്നത്. മറ്റൊന്നും ചോദിക്കാനില്ല. കാരണം എവിടെ പാർക്കും ചോദിക്കാൻ അവർക്ക് പറയാനില്ല. അവര് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, 11-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അവർ ഉഴന്നലയുകയായിരുന്നു അല്ലെ. അവര് ഉദ്ധാരണം കൈക്കൊള്ളാതെ ചിലർ ഭേദ്യമേറ്റു, ചിലർ കാട്ടുകളിലും വനാന്തരങ്ങളിലും വനത്തിന്റെ ഉൾഭാഗങ്ങളിലും ഒക്കെ ഉഴന്നു വലഞ്ഞു, വാളുകളാൽ അറുക്കപ്പെട്ടു. ഒത്തിരി പ്രതികൂലങ്ങൾ അവർ കടന്നുപോയ വിശ്വാസികളാണ് ഈ എബ്രായ ക്രൈസ്തവർ. അവരെ ഉറപ്പിക്കാൻ ഇന്നാണെ നമ്മൾ പരസ്പരം കാണുമ്പോൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഷുഗർ എങ്ങനെയുണ്ട്, പ്രഷർ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു. അവരിതൊന്നും അല്ല ചോദിച്ചുകൊണ്ടിരുന്നേ. അവർക്ക് ഇത് ചോദിക്കാനും പറ്റത്തില്ല. കാരണം നാളത്തെ സമയം ഒന്നും അവർക്ക് അറിയത്തില്ല. നാളെ ഈ ശരീരത്തിൽ ഈ കഴുത്തിന് മുകളിൽ തലയുണ്ടോന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന ജനം പരസ്പരം കാണുമ്പോൾ ഈ വാക്കും കൊണ്ട് പറയും, മാറാനാഥ എന്ന് പറയുമ്പോൾ ഒരു സഹോദരനെ എൻകറേജ് ചെയ്യുക. മാറാനാഥ എന്ന് പറയുമ്പോൾ ഒരു സഹോദരി മറ്റൊരു സഹോദരി എൻകറേജ് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും ആത്മാവിൽ അവർ ബലപ്പെടുവാനും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാലമൊക്കെ കഴിഞ്ഞു. നമുക്കറിയാം, രാഷ്ട്രീയക്കാരെക്കാളും അധപ്പതിച്ചുള്ള നിലവാരത്തിൽ കൂടാണ് ഇന്ന് ക്രിസ്ത്യഗോളം കടന്നു പോകുന്നത്. ഇതൊന്നും കണ്ട് നമ്മുടെ മനസ്സ് മടുക്കല്ലേ. സ്തോത്രം, ഈ ലോകത്തിന്റെ ചെറിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ല. നമ്മള് ഒരു നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. ആ നിത്യയിലേക്ക് പോകാൻ പല കാര്യങ്ങൾ വരും. അതിലൊന്നും കണ്ണുകൾ ഉടക്കരുത്. നമ്മൾ എങ്ങനെ കണ്ണുകൾ ഉടക്കണം? കർത്താവിലായിരിക്കണം. അതാണ് ഈ വചനഭാഗത്ത് പറഞ്ഞത്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ വേണ്ടി പറയും. ഈ യഹൂദ മതം അന്ന് റോമൻ ഗവൺമെന്റ് അംഗീകരിച്ച ഒഫീഷ്യൽ റിലീജിയൻ ആയിരുന്നു, ജൂയിഷ് റിലീജിയൻ. അതേസമയം ഈ ക്രിസ്തു മാർഗം എന്ന് പറയുമ്പം എന്താ, അത് അംഗീകൃത മതമല്ല. അപ്പൊ അതിൻ്റെതായ പ്രതികൂലങ്ങൾ ആ രാജ്യത്ത്, ആ ഭൂഖണ്ഡത്തിൽ അവർ അനുഭവിച്ചിരുന്നു. ക്രിസ്തു മത അനുയായികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു വന്നിരുന്ന ഒരു കാലയളവിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ പശ്ചാത്തലത്തിൽ യഹൂദ മതത്തിന്റെ കുടക്കീഴിലേക്ക് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഒരു പ്രേരണ അവരുടെ ഉള്ളിലുണ്ടായി. ക്രിസ്തു മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ എന്താ, പ്രതികൂലങ്ങൾ തന്നെയാ, പ്രതിസന്ധികൾ തന്നെയാ. വളരെ ആ പ്രതികൂലത്തിന്റെ ഭീകരത ഒന്നും ഈ രാത്രി ഞാൻ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വളരെ പ്രതികൂലത്തിൽ കൂടി പല ദൈവമക്കളെയൊക്കെ എന്താ പറഞ്ഞ പന്തങ്ങൾ പോലെ കൊളുത്തിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പബ്ലിക് ലൈറ്റായിട്ട് ഉപയോഗിച്ചെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക, പൗലോസ് തന്നെ പറയുന്നില്ലേ, മൃഗയുദ്ധം ചെയ്തെന്നൊക്കെ പറയുന്നത്. അങ്ങനെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ വളരെ കഠിനമായ, നമ്മുടെ മനസ്സാക്ഷിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഹിറ്റ്ലറുടെ, നിങ്ങൾക്കറിയാമല്ലോ, ഹിറ്റ്ലറുടെ ക്രൂരത യഹൂദന്മാരുള്ളത്. ഞാനത് ജർമ്മനിയിൽ പോയി കണ്ടിട്ടുണ്ട്. ക്രൂരതയുടെ ചില
ചിത്രങ്ങൾ അവിടുത്തെ ആ കോൺസെൻട്രേറ്റ് ക്യാമ്പിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകുന്ന പോലുള്ള സാഹചര്യങ്ങളാണ് ഹിറ്റ്ലർ ആ യഹൂദ ജനത്തോട് ചെയ്തേ. അങ്ങനെ തന്നെയായിരുന്നു അക്കാലഘട്ടത്തിലെ ഈ ചക്രവർത്തിമാർ ഈ ദൈവജനത്തോട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഭീകരമായ ഈ പ്രതികൂലത്തിൽ കൂടി കടന്നു വന്ന ഈ ദൈവജനത്തെ ഉറപ്പിച്ചു നിർത്താൻ, ധൈര്യത്തോടെ നിൽക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് 10-ാം അധ്യായത്തിലൊക്കെ പറയുന്നില്ലേ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതെന്നൊക്കെ പറയുന്നേ അല്ലെ. ധൈര്യം ക്ഷയിച്ചുപോയി അവർ പിൻപിലോട്ട് തിരിയാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവരോട് പറയുകയാണ്, മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ഈ മഹാപ്രതിഫലം നമുക്ക് എവിടാ കിട്ടുന്നത്? അല്പം പോലും ചോർന്നു പോവാതെ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്തതും വിശ്വാസത്തിൽ പിടിച്ചു നിന്നതും ധൈര്യപ്പെട്ടതും മുൻപോട്ട് നമ്മൾ പോയതും ഇതിനെല്ലാം സ്തോത്രം പ്രതിഫലം സ്വർഗത്തിലുണ്ട് അല്ലെ. നമ്മൾ വായിക്കുന്നതിന്റെ പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. സ്തോത്രം കൂലി അവന്റെ പക്കലുണ്ട്. ഒട്ടും കുറയ്ക്കാതെ നമുക്ക് പ്രതിഫലം നൽകുന്ന നാടുകൾ സമാഗതമായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഠിനമായ പീഡകളും തിരസ്കരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ജനം സ്തോത്രം വിശ്വാസത്യാഗത്തിലേക്ക് പോയപ്പോൾ അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എഴുതി. ചില പദപ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ രക്ഷാനായകനെ നോക്കാൻ ഒരു ആഹ്വാനം 2-ാം അധ്യായത്തിൽ കാണുക. ഈ രക്ഷാനായകനെ കുറിച്ച് പറയുന്ന കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായ നമ്മുടെ ഈ നായകൻ ആരാ? ഈ വിശ്വാസത്തിന്റെ നായകൻ എന്നൊക്കെ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു രക്ഷാനായകൻ അല്ലെ. ഈ അപ്പോസ്തല പ്രവൃത്തി പറയുന്നു ജീവനായകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് ആരാ? രക്ഷാനായകൻ. എങ്ങനെയാ രക്ഷാനായകനായത്? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരായി. പ്രിയപ്പെട്ടവരെ, ചില കഷ്ടതയിൽ കൂടി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ചിലരൊക്കെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരാ, ചിലരൊക്കെ കഷ്ടത്തിന്റെ തീച്ചൂളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം അല്ലെ. പക്ഷെ എന്താ ഇതൊക്കെ അർത്ഥം? നമ്മളെ തികഞ്ഞവരാക്കാൻ നമ്മുടെ കർത്താവ് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ബാലശിക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ. ഈ ബാലശിക്ഷയൊക്കെ ദൈവം നമുക്ക് എന്തിനാ തരുന്നേ? സ്തോത്രം ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരാനാ. അവന്റെ പുത്രന്റെ സാദൃശ്യത്തോട് നമ്മൾ അനുരൂപരാകാൻ വേണ്ടി, അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകാൻ വേണ്ടി ആണ് ദൈവം ചില കഷ്ടങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളൊക്കെ നമുക്ക് തരുന്നത്. ഈ പ്രതിസന്ധിയിലൊക്കെ നമ്മൾ പിറുപിറുത്ത് നിൽക്കല്ലേ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉള്ള പ്രതികൂലം കൂടെ പോകും അല്ലെ. അതേസമയം ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലൊക്കെ നമ്മൾ സ്തോത്രം ധൈര്യത്തോടെ നിന്നാൽ, 2 സ്തോത്രം കൂടുതൽ പറഞ്ഞാൽ, പ്രാണപ്രിയന്റെ പാദപീഠത്തിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അടുത്തു വന്നാൽ നമുക്ക് ദൈവകൃപ പ്രാപിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ എബ്രായ ലേഖനത്തിന്റെ ഇപ്പൊ നമ്മൾ ചിന്തിച്ച പദം യേശുവിനെ നോക്കുക എന്നുള്ളത്. അപ്പം നോക്കാൻ ആവർത്തിച്ച് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് 3 പദങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനുള്ള 3 ആവർത്തനങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ പുസ്തകത്തിന്റെ സ്വർഗീയ സ്വഭാവം, ഹെവൻലി ക്യാരക്ടർ ഓഫ് ദിസ് ബുക്ക്, ഇതിന്റെ സ്വർഗീയ സ്വഭാവം. ഈ പുസ്തകത്തിൽ മറ്റുള്ള പുസ്തകങ്ങളെപ്പോൾ സ്വർഗീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ലേഖനത്തില് നിത്യമായ എന്ന പദം, ഇറ്റേണൽ എന്നുള്ള പദം അല്ലെ ഹെവൻലി എന്നൊരു റിലേറ്റഡ് ആയ പദം 12 പ്രാവശ്യം നമുക്ക് കാണാം. ആകെ എത്ര അധ്യായമേ ഉള്ളത്? ആ അധ്യായത്തിൽ 12 പ്രാവശ്യം നമ്മൾ കാണുന്നതാണ് ഹെവൻലി എന്നുള്ളത്, അല്ലെങ്കിൽ ഇറ്റേണൽ എന്നുള്ള പദം, നിത്യമായത്. അപ്പൊ കൂടുതൽ പ്രാധാന്യം നിത്യതയ്ക്ക് കൊടുത്തേക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഉഴന്നു വലയുക അല്ലെ. സ്തോത്രം. ഈർച്ചവാളാൽ അറുക്കപ്പെടുക, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നേ. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട്? ഒരു നിത്യതയും ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. 15 പറഞ്ഞിരിക്കുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗര ലേഖന കർത്താവ് ഇവർക്ക് ചൂണ്ടിക്കാണിക്കുക. ഹല്ലേലൂയ. ഈ രാത്രി ദൈവമക്കളായ നിങ്ങൾക്കും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്താ? ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു നഗരം, അടിസ്ഥാനമുള്ള ഒരു നഗരം. ഭൂമിയിലുള്ള എല്ലാ നഗരങ്ങൾക്കും എന്തില്ല? അടിസ്ഥാനമില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഭൂമി കുലുങ്ങിയപ്പോ അവിടെ അത് സംഭവിച്ചു, പിന്നെന്താ ഭയങ്കര ഭൂകമ്പം ഉണ്ടായെന്നും ഈ സംഭവങ്ങള് നമുക്കറിയാമല്ലോ. വയനാട്ടിൽ സംഭവിച്ച ദുരന്തങ്ങള്, ഈ പ്രാവശ്യം അടിമാലി സംഭവിച്ച ദുരന്തങ്ങൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇതിനൊന്നും അടിസ്ഥാനമില്ല, ഇതിനൊന്നും അടിസ്ഥാനമില്ല. എന്നാൽ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായ പട്ടണം, ആ ശ്രേഷ്ഠമായ നഗരം, ആ നഗരം അടിസ്ഥാനമുള്ളതും ദൈവശില്പിയാ നിർമ്മിച്ചതും അല്ലെ. ഈ ഭൂമിയിലെ എല്ലാം പണിതിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യരാ അല്ലെ. ഒരു പാലം അങ്ങോട്ട് പണിതാൽ ഒരു വർഷം കട്ടിച്ചു പോകുന്നതിന് മുമ്പ് എന്തോ ചെയ്യും? ആ പാലത്തിൽ വിള്ളൽ വീഴും. കാരണം ഇവിടുത്തെ ശില്പിയാ. പകുതി അവൻ എന്തോ ചെയ്യും? അതിന് ലഭിക്കുന്ന പൈസയുടെ
പകുതി അവന്റെ ഭവനത്തിലേക്ക് വിടും. അതുകൊണ്ട് എന്തോ ചെയ്യും, അത് ആ ശില്പി നിർമ്മിച്ചതായതുകൊണ്ട് അധികം താമസിക്കാതെ ആ പാലം എന്തോ ചെയ്യും, താഴെ വീഴും. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ദൈവം ശില്പിയാ നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെ ഒരു നാൾ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു സമയത്ത് ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞ ഒത്തിരി സമയം പോകും. ചിലൊക്കെ പറയത്തില്ലേ, എന്റെ ഒരു സാക്ഷ്യം പറഞ്ഞ ഇന്നും ഇന്നലെയും നാളെ തീരത്തില്ല. അങ്ങനത്തെ സാക്ഷ്യമൊന്നും എനിക്കില്ല. അങ്ങനെ ചില പറയത്തില് 7 ദിവസം കഴിഞ്ഞാൽ എന്റെ സാക്ഷ്യം തീരുന്നത്, അങ്ങനെയൊന്നും ഇരുന്നാലും എനിക്ക് ചെറിയ ചെറിയ സാക്ഷ്യങ്ങളുണ്ട്. അതൊന്നും ഈ രാത്രി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുൾ സ്റ്റോപ്പ്. എങ്കിലും ഞാനൊരു പറഞ്ഞു വന്നപ്പോ എന്താണ് നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. ഞങ്ങളുടെ മകള്, മൂത്ത മകൾ പ്രൈസ് മോള്, അവിടെ 10ാമത്തെ വയസ്സിൽ അവള് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. പെട്ടെന്നൊക്കെ ആയിരുന്നു സംഭവം. രോഗമൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ്, പെട്ടെന്നൊരു രോഗം വന്നു. അവൾ ദിവസത്തിലേക്ക് ചേർക്കപ്പെടുക. അപ്പം അവൾ ദിവസത്തിലേക്ക് ചേർക്കപ്പെടുന്ന സമയത്ത് 5 പ്രാവശ്യം അവൾ മരിക്കുകയും മരണത്തിൽ നിന്ന് വീണ്ടും മടങ്ങി വരികയും ചെയ്തു. അതൊക്കെ ഓരോരുത്തർ അനുഭവങ്ങളാണ്. ഓരോ പാട്ട് പാടി, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി എന്നുള്ള പാട്ട് നിരന്തരം പാടി അവളിങ്ങനെ ജീവങ്കിലേക്ക് മടങ്ങി വന്നു. ആ സമയത്ത് പല പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോ ഞങ്ങൾ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് എന്താ? പിന്നെ അവൾ പറയും, അവസാനം അങ്ങ് പറഞ്ഞു, എന്നെ അങ്ങ് വിടച്ചേ, പപ്പായുടെ എന്നെ അങ്ങ് വിടച്ചേ, ഞാൻ യേശുപ്പച്ചന്റെ അടുത്ത് പോട്ടെ. അപ്പൊ കർത്താവിന്റെ ദാസൻ നമ്മളോട് ചോദിച്ചു, മോനെ എന്താ നീ ഇങ്ങനെ അങ്ങ് പറയുന്നത്? ഞങ്ങളുടെ ജീവിക്കാനല്ലേ നിനക്ക് ആഗ്രഹം? കൊച്ചു കുഞ്ഞ് അങ്ങനാ പറയണ്ടേ. പക്ഷെ ആ കുഞ്ഞ് പറഞ്ഞു, യേശുപ്പച്ചനെ കണ്ടാ പിന്നെ സ്വർഗത്തിൽ പോയി യേശുപ്പച്ചനെ കണ്ടാ പിന്നെ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ തോന്നത്തില്ല അച്ഛൻ. 10 വയസ്സുള്ള കുഞ്ഞാ പറയുന്നത്. എന്താ? യേശുപ്പച്ചനെ സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ മടങ്ങി വരുന്നു, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ മടങ്ങി വരുന്നു. എന്താ അർത്ഥം? അവൾ പോയി കണ്ടു. അതാ പറഞ്ഞേ, യേശുപ്പച്ചനെ സ്വർഗത്തിൽ പോയി കണ്ടവർക്ക് ആർക്കും ഈ ഭൂമി ജീവിക്കാൻ പിന്നെ തോന്നത്തില്ല അച്ഛൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താ ഈ ഭൗമിക പറ്റുവാനും ഈ ഭൂമിയോട് നമ്മൾ അറ്റാച്ച്മെന്റ് എന്താ കാര്യം? നമ്മൾ ഇതുവരെയും കാണേണ്ട പോലെ നമ്മുടെ പ്രാണപ്രിയനെ കണ്ടിട്ടില്ല. സ്തോത്രം. പ്രാണപ്രിയനെ കണ്ടാൽ സ്തോത്രം നമ്മൾ പറയും, എന്റെ കർത്താവേ സ്തോത്രം, ഞാൻ നിന്റെ അരികിൽ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ എന്റെ പ്രാണപ്രിയന്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകും. അത്ര നിസ്തുലനാ നമ്മുടെ പ്രാണപ്രിയൻ. സ്തോത്രം. അപ്പൊ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റും? കർത്താവിന്റെ മഹത്വം കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അവന്റെ കർത്താവിന്റെ നിസ്തുലത കാണാൻ പറ്റും. സ്തോത്രം. യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കും തോറും യേശുവിന്റെ നിസ്തുലത ഒരു സ്പോട്ട് പോലും ഇല്ല കേട്ടോ. നമ്മൾ ചിലരോടൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ ഈ മനുഷ്യനെയാണോ ഇത്രയും വലിയവനായിട്ട് കരുതുന്ന ഓർക്കും അല്ലെ. നമുക്ക് അവരോട് അടുത്ത് വരുമ്പോഴാണ് ഇവരുടെയൊക്കെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അല്ലെ. നമുക്ക് അങ്ങനെ തോന്നിപ്പോ. പക്ഷെ നമ്മുടെ യേശുവിനോട് എത്ര അടുത്ത് വന്നാലും അടുത്ത് വരുന്തോറും അവന്റെ പരിശുദ്ധി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. അടുത്ത് വന്നപ്പോ ഒരാൾ പറയും, ആരാ? യെശയ്യാ പറയാം, അയ്യോ എന്റെ ദൈവമേ, ഞാൻ നശിച്ചുപോയി, അശുദ്ധ അതരമുള്ള മനുഷ്യൻ, അശുദ്ധ അതരമുള്ള ജനത്തിന് നടുവിൽ പാർക്കുന്നു. ഇതുവരെ ഞാൻ ഓർത്തു ഞാൻ ഭയങ്കര പ്രവാചകനാന്ന് ഓർത്തു, ഞാൻ എല്ലാവരോടും പ്രവചിക്കുന്നു, അയ്യോ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ചു വന്ന മനുഷ്യൻ ഇത് പരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വമായ വെളിപ്പാട് കണ്ടു കഴിഞ്ഞാൽ പറയാ, ദൈവത്തെ കണ്ടെന്ന് ആ 6ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പ്രവാചകന് കാര്യം മനസ്സിലായത്. ഈ ദൈവം ആരാ? ഹല്ലേലൂയ്യ. ഈ ദൈവത്തിന്റെ പരിശുദ്ധി എന്താ? ഹല്ലേലൂയ്യ. അതിനൊരു ഗുണിശം പോലും ഗ്രഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധി ദർശിക്കുമ്പോഴാണ് നമ്മുടെ പാപത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത് അല്ലെ. അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നേ. സ്തോത്രം. ഈ പാപം നിറഞ്ഞ ജഡത്തിന് തന്നെ ആർ വിടുവിക്കുമെന്ന് നമ്മൾ വിലപിക്കുന്ന അപ്പോഴാ. അല്ലാത്തപ്പോ എനിക്ക് ചിന്ത വരും, എന്നെ പോലെ ഒരു പാസ്റ്റർമാമ ലോകത്തില്ലെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ യേശുവിന്റെ അടുത്ത് വരുമ്പോഴാ എനിക്ക് മനസ്സിലാകുന്ന, കർത്താവേ ഞാൻ എത്രയോ പാപിയാ, ഞാൻ എത്രയോ കർത്താവേ ഹീനയായ ഒരു പാത്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് യേശു എന്ന ആ വ്യക്തി പ്രഭാവത്തിന്റെ അരികിൽ വരുമ്പോഴാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിന്റെ അരികിൽ വരാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നോക്കണേ, ഈ 3ാം അധ്യായത്തിന് 1ാം വാക്യത്തിൽ യേശുവിന്റെ 2 വ്യക്തി പ്രഭാവത്തെ നമ്മൾ കാണുക. 3:1 ക്രിസ്തുവിന്റെ ആളത്വ മഹിമയെ കാണുക. സ്തോത്രം. ആളത്വ മഹിമ എന്താ? അപ്പോസ്തലൻ എന്നുള്ള നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതൻ. ഈ അപ്പോസ്തലൻ എന്നുള്ളത് യേശുവിന്റെ ആളത്വ മഹിമയെ ശ്രദ്ധിച്ചു നോക്കാൻ വേണ്ടി നമുക്കൊരു ഉദ്ബോധനം ഇവിടെ തരിക.
യേശുവിന്റെ ആളത്തെ മഹിമയാണ്. അപ്പോസ്തലൻ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ മഹാപുരോഹിതൻ എന്നുള്ളത്. ഇനി എന്റെ ഏഴിന്റെ 4-ാം വാക്യത്തിൽ ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. അവിടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുക. അത് യേശുവിന്റെ ഔദ്യോഗിക മഹിമ എടുത്ത് കാണിക്കുക. സ്തോത്രം. യേശുവിന്റെ ഔദ്യോഗികമായ മഹിമ. അവനാരാ? ശ്രേഷ്ഠ മഹാപുരോഹിതനായ ശുശ്രൂഷ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നു. ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നു. ചാപ്റ്റർ 4, ചാപ്റ്റർ 5, ചാപ്റ്റർ 7 ആൻഡ് ചാപ്റ്റർ 8. ഈ ചാപ്റ്റേഴ്സിലെല്ലാം ഡിസ്ക്രൈബ്ഡ്, വർണ്ണിച്ചിരിക്കുന്നത്, വിശദമാക്കിയിരിക്കുന്നത് യേശുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അടുത്ത് ചെല്ലുന്ന യേശു ആരാണെന്നറിയാമോ? ഒരു സാധാരണക്കാരനല്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് മഹത്വവും അണിഞ്ഞവനായി, ബഹുമാനവും അണിഞ്ഞവനായി പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി ഇന്നൊരു മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആ മിനിസ്റ്ററുടെ പേരെന്താ? സ്തോത്രം. മഹാപൗരോഹിത്യ ശുശ്രൂഷ. ഹി ഇന്റർസെഡ് ഫോർ us. നമുക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചുകൊണ്ടിരിക്കുക, പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് കൂട്ടം കാര്യങ്ങൾ ഞാൻ കൂടുതൽ എടുത്തു പറയണ്ടേ. ഒന്ന്, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. അതേസമയം തന്നെ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ പറയാറില്ലേ, കർത്താവ് എനിക്കൊരു കൂട്ടായ്മയുടെ ഒരു വലങ്കരം തരാൻ പോലും ആരുമില്ല, എന്റെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പ്രത്യേകിച്ച് സഹോദരിമാര് പറയുന്ന ഒരു പദമാ, എന്നെ അറിയുന്നവരാരുമില്ല, അല്ലെ? സ്തോത്രം എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്പോഴത് കാണുന്നില്ല. പണ്ടൊക്കെ നമ്മൾ നെഞ്ചത്തൊക്കെ സഹോദരിമാരങ്ങ് അടിക്കും, അച്ഛൻ കേൾക്കാൻ വേണ്ടി 2 തല്ലൊക്കെ തല്ലും. എന്നാലേ ഈ മനുഷ്യന് നമ്മളോടൊരു എന്താ പറയുന്നത്, ഒരു ചിന്ത വരട്ടുന്നുണ്ടേ. പക്ഷെ പ്രിയപ്പെട്ടവരെ, വെറുതെ നമ്മളെ നെഞ്ച് തല്ലി കളയാമതേ ഉള്ളു കേട്ടോ. സ്തോത്രം. പുള്ളിക്കാരൻ ചിന്തിക്കത്ത പോലും ഇല്ല. കാരണം നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മള് ഒരിക്കലും നമ്മളെ പീഡിപ്പിക്കുക ചെയ്താൽ, നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധാണ് വസിക്കുന്ന ഒരു ശരീരമാണ്, മന്ദിരമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മളെ ആരും ടേക്ക് കെയർ ചെയ്തില്ലെങ്കിലും, നമ്മളെ ആരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും, ആരും ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ താങ്ങിയില്ലെങ്കിലും, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പക്ഷവാദം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ തന്നെ അല്പം കൂടെ വിശദീകരിച്ച് ലഘുവരാക്കി നിങ്ങൾക്കൊരു സന്തോഷത്തിന് കുറെ കൂടെ അങ്ങ് ലഘുവാക്കി തരാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നവരാണ്. എന്താ? നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്ന ഒരു വക്കീൽ, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് ഒത്തിരി ഉണ്ടല്ലോ, നമുക്കറിയാലോ. ആശ്വാസപ്രദന എല്ലാം ഞാൻ ഈ രാത്രി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഒരു ഭാഗമാണ് വക്കീൽ, അല്ലെ? വക്കീലായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വക്കീലിന്റെ ശുശ്രൂഷ എന്താ? ആ വ്യക്തിക്ക് വേണ്ടി പക്ഷത്ത് നിന്ന് വാദിക്കുക, നമ്മുടെ ഭാഗത്ത് നിന്ന് വാദിക്കാൻ ഒരാൾ. ധാരാ? പരിശുദ്ധാത്മാവ്. സ്തോത്ര. നമ്മുടെ എല്ലാ ബലഹീനതയും അറിയാവുന്ന ആളാ. നമ്മൾ എന്തിനു വേണ്ടി വിങ്ങുന്നു, എന്തിനു വേണ്ടി ഞരങ്ങുന്നു, ഈ രാത്രി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയെ കുറിച്ചുള്ള നമ്മുടെ ഭാരം എന്തൊക്കെയാ. സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളുടെ അനുസരണക്കേട് നമ്മളെ ചിലപ്പോൾ അങ്ങ് വ്യാകുലയിത്തരാകും. ജോലിയില്ലെന്നുള്ള ഭാരം നമ്മളെ ബുദ്ധിമുട്ടിക്കും. അവരുടെ വിവാഹം. ഞാനൊരു അമ്മയാ. സ്തോത്രം. ഞാൻ എൻ്റെ മോടെ വിവാഹം കഴിഞ്ഞില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി ഞാനും ഇങ്ങനെ, കർത്താവേ എൻ്റെ കുഞ്ഞിന് 27 വയസ്സായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവം എന്നോട് പറയാ, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് നീയല്ല കണ്ട, ഞാനാണ്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. പിന്നെ വല്ലതും പറയണോ? ആരാ കണ്ടേ? ദൈവമാകണ്ടേ, അല്ലെ? മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ട അപ്പനും അല്ല, അമ്മയല്ല, ദൈവമാകണ്ടേ. അതിന്റെ അർത്ഥം, ബാക്കി അർത്ഥം നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ തക്ക സമയത്ത് കാര്യങ്ങൾ ആര് നിവർത്തിച്ചു തരും? ദൈവം നിവർത്തിച്ചു തരും. അങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവ് നിവർത്തിച്ചു കേട്ടോ. വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ദൈവം ശരിയാക്കി തന്നു. സ്തോത്രം. അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല, ഒരു പാസ് തന്നെ ആലോചിച്ചു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അതും നന്നായി ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെ ദൈവം തന്നു. അപ്പൊ ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന ആരാ? നമ്മുടെ ദൈവമാണ്. നമ്മൾ വെറുതെ വ്യാകുലപ്പെടേണ്ട. ഒന്നിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടരുത്. ഒന്നിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട. പിന്നെ ഫിലിപ്പി ലേഖനം പറഞ്ഞിരിക്കുന്നു 4-6-7 വാക്കുകൾ, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിൽ കാക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ
ശരീരത്തിന്റെ മുഖത്ത് ഭാരപ്പെടുന്നു, ജോലി സംബന്ധമായി ഭാരപ്പെടുന്നു, തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നു, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഭാരപ്പെടുന്നു, നിങ്ങളുടെ രോഗത്തെ കുറിച്ച് ഭാരപ്പെടുന്നു. ഏത് വിഷയമാകട്ടെ, നമ്മുടെ കർത്താവിന് തീർക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. നമ്മുടെ കർത്താവിന് സ്തോത്രം, നിങ്ങൾക്ക് ജയവും വിടുതലും തരാൻ പറ്റാത്ത ഒരു വിഷയമില്ല. ഇന്നലെ രാവിലെ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ കർത്താവിനോട് പറയാ, ദൈവത്തിന് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. നമുക്കെല്ലാം അസാധ്യമാണ് അല്ലെ, നമുക്കെല്ലാം അസാധ്യമാണ് പ്രിയപ്പെട്ടെ. പക്ഷേ നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഒന്ന് പറഞ്ഞേ, സ്തോത്രം, ഒരു കാര്യവും അസാധ്യമല്ല. ഇത് രാത്രി അത് വിശ്വസിച്ചോ. നമുക്ക് വേണ്ടി തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഒരു ദൈവമാണ്. ഇപ്പൊ രണ്ടു കൂട്ടം ശുശ്രൂഷ പറഞ്ഞ, പക്ഷെ അതൊന്നുമല്ല പറയേണ്ടതൊന്നുമല്ല, പറയാൻ ഞാൻ തയ്യാറാക്കി ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. യേശുവിന്റെ അപ്പോസ്തലത്തെ കുറിച്ച് പറയാൻ വന്ന, മഹാപുരോഹിത ശുശ്രൂഷയെ കുറിച്ച് പറയാൻ വന്ന, അപ്പോസ്തല ശുശ്രൂഷയെ കുറിച്ച് ഞാൻ അങ്ങ് വിടുക. അത് എപ്പോഴെങ്കിലും മറ്റൊരു ക്ലാസ് എടുക്കാം. മഹാപുരോഹിത ശുശ്രൂഷയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഈ മഹാപുരോഹിത ശുശ്രൂഷ കർത്താവിന്റെ ഹൈപ്രീസ്ലി മിനിസ്ട്രി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ഇന്റർസെഷനെ കുറിച്ച് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. അപ്പൊ പരിശുദ്ധാത്മ ഈ ഉള്ളി വസിക്കുമ്പോ എന്താ മനസ്സിലാകുന്നത്? ഈ ശരീരത്തിന്റെ സകല അവസ്ഥകൾ ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം, ഇല്ലയോ? ഈ ശരീരത്തിന്റെ വേദന ആർക്കറിയാം? പറഞ്ഞോ, വേദനകളൊക്കെ ഒന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ഈ വേദന ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ നീറുന്നെന്ന് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ചാണ് ദൈവത്തോട് മധ്യസ്ഥ അണയ്ക്കുന്നത്, കരയുന്നത്, ദൈവത്തോട് വിശ്വാസത്തോട് ഏറ്റുപറയുന്നത് ഒക്കെ ദൈവത്തിന് അറിയാം. സ്തോത്രം. ഞാനൊക്കും അറിയാം കേട്ടോ. അല്ലെ, ചിലതൊക്കെ ചില വിഷയങ്ങളൊക്കെ അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എങ്ങനെ എന്തോ പറയുന്നത്, ഇതുപോലെ ഞരങ്ങുന്ന വിഷയങ്ങൾ. ഞാൻ പറഞ്ഞില്ല, എന്റെ കുഞ്ഞിന്റെ മരണമൊക്കെ വന്ന സന്ദർഭങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളോ ഇതൊക്കെ. അന്നേരം എന്തോ പറഞ്ഞേ, എന്തുവാ പറയേണ്ടി? ഒരു കുഞ്ഞു മരണത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കരഞ്ഞു ഇരിക്കുക. ഒരമ്മ ഒരപ്പൻ എന്ത് പറയുന്ന നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ നമ്മൾ തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങും, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും, നമ്മുടെ വിഷയം ഏറ്റെടുക്കും. നമുക്കൊരു വാക്ക് പറയാൻ നമുക്ക് കഴിവുണ്ടല്ലേ നമ്മൾ പറയത്തുള്ളൂ. നമ്മൾ അത്ര ദുഃഖത്തിന് താഴ്വരെ കൂടെ കടന്നു പോകുമ്പോൾ എഴുന്നേറ്റിരുന്ന് എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ വിങ്ങുന്ന വേളകളിൽ നമ്മുടെ ദുഃഖം ഏറ്റെടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇത് അങ്ങോട്ടും കൈമാറും. അവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം, പിതാവിന്റെ വലത്തുഭാഗത്തിന് പുത്രൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ ഭാഗ്യമുള്ള ഒരു ജനനദി ഭൂമിയിൽ ഇല്ല. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന സമയത്ത് വാടക കൊടുക്കാൻ പോലും നിങ്ങളുടെ പൈസ ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ബ്ലസ്സഡ് പീപ്പിളാണ്. കാരണം ഇതുപോലെ സ്വർഗീയ ആസ്വാദനങ്ങൾ, സ്വർഗീയ കൃപാവരങ്ങൾ ആസ്വദിച്ചവർ, ദൈവകൃപ ആസ്വദിച്ചറിഞ്ഞവർ. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മരണം പോലെ നമുക്കൊരു ആസ്വാദ്യമാണ് കേട്ടോ. അത് ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള ദൈവജനം. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഒരു മഹാപുരോഹിതനെ നമുക്ക് കാട്ടി തരിക. ഞാന് ഈ മഹാപുരോഹിതന്റെ യേശു കർത്താവിന്റെ ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് വിദർശനം ചെയ്യുന്ന ശുശ്രൂഷയുടെ 3 കൂട്ടം കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ നിങ്ങളോട് പറയാം. യേശു കർത്താവ് വിദർശനെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 3 കൂട്ടം കാര്യങ്ങൾ ഓർക്കാറുണ്ട്. ഒന്ന്, എനിക്ക് വേണ്ടി കർത്താവ് അവിടെ നിൽക്കുക. കർത്താവ് നിൽക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. കർത്താവ് വിദർശനെ ഇരിക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ഒന്ന് പറഞ്ഞേ സ്തോത്രം. ജോൺസി എന്ന് പറഞ്ഞേ എനിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. സിജു എന്ന് പറഞ്ഞേ എനിക്ക് വേണ്ടിയാ. സ്തോത്രം. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞേ, എന്റെ യേശു അവിടെ ഇരിക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി അവിടെ ഇരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കാര്യം പിതാവിനോട് പറയാൻ, കാര്യങ്ങൾ നടത്തി തരാൻ ഒരാൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെട്ട് നമ്മൾ പ്രയാസ പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ഒരു അംബാസഡർ നമുക്കറിയാം. ഒരു അംബാസഡർ, ഇപ്പൊ ഇന്ത്യയുടെ ഒരു അംബാസഡർ US ഉണ്ടെന്നിരിക്കട്ടെ, ഇന്ത്യയുടെ ഓരോ കാര്യങ്ങളും അവിടെ പ്രസന്റ് ചെയ്യുന്ന ആരാ? ആ അംബാസഡർ, ഇന്ത്യയുടെ അംബാസഡർ അല്ലെ. അതുപോലെ ഒരു അംബാസഡറാണ് യേശു കർത്താവ്. നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ പിതൃസനിൽ പറയുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, കർത്താവ് അവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാ, അവിടെ ഇരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. 2, മഹാപുരോഹിതൻ. നിങ്ങൾക്ക് പഴയ നിയമ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ നമുക്കറിയാം. ആണ്ടിൽ ഒരിക്കലാണ് അദ്ദേഹം ഈ ഹോളി ഓഫ് ഹോളീസ് വിശുദ്ധ സ്ഥലത്തെ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്.
അപ്പൊ കടന്നു പോകുമ്പോ എങ്ങനെയാ? തന്റെ ചുമലിൽ ഈ 12 ഗോത്രങ്ങളിൽ 6 ഗോത്രങ്ങളെ 2 ചുമലിലായി വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ചുമലിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ വഹിച്ചുകൊണ്ട്, എന്തിനാ അങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നത്? അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ, രൂബേന് വേണ്ടി പക്ഷവാദം ചെയ്യാൻ, യഹൂദയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ ഈ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ പിതൃസന്നിധിയിലേക്ക് കടന്നു പോവുക, ഹോളി ഓഫ് ഹോളീസിലേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന സ്തോത്രം, ഇവരെ വഹിച്ചുകൊണ്ട് പോവുക. പക്ഷേ ഇവിടുന്ന് നോക്കിയേ, നമ്മെ വഹിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുക, എന്നെ വഹിച്ചുകൊണ്ട്, സ്തോത്രം, സെലിൻകോശയെ വഹിച്ചുകൊണ്ട് ഒരാൾ എവിടെ നിൽക്കുക? പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിന്നെ എന്തിനാ ഈ ഭൂമി കിടന്ന് വെറുതെ ബേജാറാകുന്നേ? ഞാനെന്തിനാ വെറുതെ ഭാരപ്പെടുന്നേ? ദൈവത്തിന് സ്തോത്രം. ഞാനെന്തിനാ കർത്താവേ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ഭാരപ്പെടുന്നത്? എന്തിനാ? എനിക്ക് വേണ്ടി ഒരാൾ, ഹല്ലേലൂയ, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അവിടെ ഒരു ത്രോണുണ്ട്, ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ എനിക്ക് വേണ്ടി ഇരിക്കുന്ന ഒരാൾ, ഹല്ലേലൂയ. മൂന്നാമത്, അതേസമയം തന്നെ രാപ്പകൽ എന്നെ കുറിച്ച് അപവാദം ചുമത്തുന്ന ഒരാളുണ്ട്. ആരാ? പേര് പറയാൻ പോലും നിങ്ങൾക്ക് പേടിയായിരിക്കും. രാത്രിയല്ലേ, നിങ്ങൾക്ക് പേടിയായിരിക്കും. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. രാപ്പകൽ അപവാദം ചുമത്താൻ കാത്തു നിൽക്കുന്ന അപവാദിയായ സാത്താൻ, അല്ലെ? അവനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവളൊരു നുണച്ചയാണ്, പിന്നെന്താ, അവള് ഫോണിൽ കൂടി ഇങ്ങനെ ഫോൺ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നവള, പിന്നെ പാർശ്വകുറ്റം പറയുന്നു, പിന്നെന്താ, അവളമ്മായിക്ക് വെള്ളം കൊടുക്കത്തില്ല, ഇങ്ങനെ. ഇതൊക്കെ ശരിയൊക്കെ ഉള്ള കാര്യമല്ലേ? നമ്മുടെ ഇതെല്ലാം കുറ്റങ്ങളെല്ലാം കൂടെ ഇത്രയും ഇതൊന്നും അല്ല, ഒത്തിരി ഉണ്ട്. ഒരിക്കൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ കേട്ടാണ് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരാള്, നമുക്കറിയാമല്ലോ. മാർട്ടിൻ ലൂതർ നവീകരണത്തിന് ചുക്കാൻ പിടിച്ച റിഫോർമേഷനെ കുറിച്ചൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ. അപ്പോൾ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ വളരെ തിരക്കായ ഒരു സമയമാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത്, അതേസമയം നവീകരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, വളരെ പ്രതികൂലത്തിന് നടുവിൽ കൂടി താൻ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാത്രി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ സാത്താൻ വന്ന് മുമ്പിൽ, നമ്മളാണേ ട്രാൻസ്ലേഷൻ വിട്ടേച്ച് നമ്മൾ നമ്മൾ സ്ഥലം വിടും. പക്ഷെ പുള്ളിക്കാരൻ ധൈര്യത്തോടെ അവിടെ ഇരുന്നു. എന്നിട്ട് പിശാദ് ഒരു കാര്യം പറഞ്ഞു, ഇത്രയും പാപമല്ല ചെയ്തു, 1000 പാപം ചെയ്ത നീയാണോ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? എന്താ ചോദിച്ചേ? ഇങ്ങനെ 1000 പാപം ചെയ്ത നീയാണോ വിശുദ്ധ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്? സാത്താൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വരും കേട്ടോ. നീയാണോ വചനം പറയാൻ പോകുന്നത്? നീയാണോ വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോകുന്നത്? നീയാണോ പാട്ട് പാടാൻ പോകുന്നത്? പിന്നെന്താ പറയുന്നേ, പിന്നെ പ്രാർത്ഥിക്കാത്ത നീയാണോ ഉപവാസപ്രാർത്ഥന നടത്താൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ സാത്താൻ വന്ന് പറയും. ഇതൊക്കെ കുറച്ചൊക്കെ ശരിയുമാ. ഇതൊക്കെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാത്തവരും ഒക്കെ അറിയാം നമ്മുടെ അവസ്ഥ. കൃപ കൊണ്ട് നമ്മളൊക്കെ നിന്ന് പോകും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം മാർട്ടിൻ ലൂതർ ഇതുപോലെ ഒരു കടലാസ് എടുത്ത്, ഒരു പേപ്പർ എടുത്തിട്ട് സാത്താനോട് പറഞ്ഞു, ഞാനൊരു വെള്ള പേപ്പർ എടുത്തു, എന്റെ കുറ്റത്തിന്റെ ലിസ്റ്റ്, എന്റെ പാപത്തെ ലിസ്റ്റ് എല്ലാം കൂടെ നീ ഇങ്ങോട്ട് പറ, ഞാൻ എഴുതാന്ന് പറഞ്ഞു. അങ്ങനെ ധൈര്യത്തോടെ ഇരുന്ന് കൊടുത്തു. സാത്താനല്ലേ ആള്. സാത്താൻ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു. നീ ആണെങ്കിൽ പ്രാർത്ഥിക്കാത്തവനാണ്, ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ കേട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവത്തിന് ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു. നീ പ്രാർത്ഥിക്കാത്തവനാണ്, പിന്നെന്താ പറയുന്നത്, ഈ പുരോഹിതന്മാരെ കുറ്റം പറഞ്ഞവനാണ്, ഇങ്ങനെല്ലാം പറഞ്ഞു. അതെല്ലാം ഈ ഒറ്റ കടലാസിൽ എഴുതിയെടുത്തു. ഈ കടലാസ് നിറച്ച് പറഞ്ഞു വന്നപ്പോണ്ടല്ലേ കടലാസ് മുഴുവൻ അങ്ങ് നിറഞ്ഞു. എന്താ? മാർട്ടിൻ ലൂതറുടെ പാപത്തിന്റെ ലിസ്റ്റ്. അപ്പൊ സാത്താൻ അങ്ങ് സന്തോഷിച്ചു. ഇത്രയും പാപം ചെയ്ത നീയാണോ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്? ആ സമയത്ത് എന്തോ പറ്റുന്നറിയാമോ? ഇതെല്ലാം കണ്ടിട്ട് മാർട്ടിൻ ലൂതർ പറയും, ശരിയാ, നീ പറഞ്ഞെല്ലാം ശരിയാ സാത്താനെ, ഈ പാവം എല്ലാം എന്റെ മേലുള്ളതാ. പക്ഷെ എന്നിട്ട് അവസാനം ഒരു വാക്ക് പറഞ്ഞു, ഈ പാപത്തിന്റെ മീതെ എല്ലാം ഞാൻ യേശുവിന്റെ രക്തം ഒഴിക്കാന്ന് പറഞ്ഞു. യേശുവിന്റെ കാൽവറിലെ പുണ്യാഹ രക്തം ഈ പാപത്തിന്റെ മീതെ, ഈ പാപങ്ങളുടെ ബഹുത്വമുള്ള ലിസ്റ്റിന്റെ മീതെ ഞാൻ ഒഴിക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് സ്തോത്രം ഒരു വാക്കൂടെ പറഞ്ഞു, എനിക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകൾ മുഴുവൻ വായിച്ചു കളഞ്ഞെന്ന് സ്തോത്ര വചനം പറഞ്ഞിരിക്കുന്നു പിശാച് എന്ന് പറഞ്ഞു. സ്തോത്രം. സാത്താൻ എന്തോ എന്നറിയോ? സാത്താൻ നമ്മുടെ ഭാഷ സാത്താൻ വാലും പൊക്കിക്കൊണ്ട് ഓടി. നിങ്ങൾ എന്നോട് ചോദിക്കല് സാത്താന് വാലോടൊന്നും ചോദിക്കല്. വാലും പൊക്കിക്കൊണ്ട് സാത്താൻ ഓടിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റുമായിട്ടൊക്കെ സാത്താൻ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിക്കും, അല്ലെ? ഇങ്ങനെ രാപ്പകൽ നമ്മളെ അപവാദം ചുമത്തുന്ന നടുവിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ ഒരാൾ ദൈവസന്നിധിയിലുണ്ട്. സ്തോത്രം. അതാണ് ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ വേഗം മുൻപോട്ട് കടന്നു പോകാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനം പഠിക്കുമ്പം, എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് ഒരു രോഗിയുടെ ചിത്രമാണ് ഒരു വിശ്വാസി കാണുന്നത്. ഒരു രോഗിയുടെ ചിത്രമാണ്, അല്ലെ? ഈ ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ 3:1 വായിച്ചതിനെ ശ്രദ്ധിച്ചു നോക്കാനൊക്കെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? കാഴ്ചയ്ക്ക് ഒരു മങ്ങല് ഭവിച്ചു, അല്ലെ? ഞാനിപ്പോ ഗ്ലാസ് വെച്ചേക്കുന്നത്, എനിക്ക് ഡയബറ്റിക്കിന്റെ പ്രോബ്ലം ഉണ്ട്. ഞാനിത് വെച്ചില്ല, നിങ്ങളെ ആരെയും കാണത്തില്ല. അപ്പൊ അതിനെ വായിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ഒരു രോഗത്തിന്റെ അണ്ടറിൽ, അല്ലെ, ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയതുകൊണ്ട് കണ്ണിന് കാഴ്ചയ്ക്ക്
എനിക്ക് മങ്ങലുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഈ കണ്ണാടി വെച്ചിരിക്കുന്നു അല്ലെ. അതുപോലെ എബ്രായ ക്രൈസ്തവർക്ക് ഒരു മങ്ങൽ വന്നു. എന്താ? ക്രിസ്തുവിനെ കാണേണ്ട പോലെ കാണാൻ കഴിയാത്ത കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു. സ്തോത്രം. അതുകൊണ്ട് അവരോട് പറയുക, യേശുവിനെ നിങ്ങൾ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. യേശു ആരാ? നമ്മൾ 2-3 അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ യേശു ഹീസ് ഗ്രേറ്റർ ദാൻ ഏരൻ, ഹീസ് ഗ്രേറ്റർ ദാൻ മോസസ്, ഹീസ് ഗ്രേറ്റർ ദാൻ ജോഷുവ. ഇങ്ങനെ പലരെ എടുത്തെടുത്ത് കാണിക്കുക. ഇതെല്ലാം പറഞ്ഞു പോകേണ്ടതാ. അവരുടെ മഹാപുരോഹിതന്മാരെക്കാൾ വലിയവന, മഹാപുരോഹിതനായ അഹരോനേക്കാൾ വലിയവന, അവരുടെ നിയമദാതാവായ മോശയേക്കാൾ വലിയവന, അവർക്ക് രാജ്യം വിഭാഗിച്ചു കൊടുത്ത യോശുവയേക്കാൾ വലിയവന, ഇവരെക്കാളെല്ലാം വലിയവനായ നിസ്തുലനായ ക്രിസ്തുവിന്റെ നിസ്തുലത എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ മെയിൻ പ്രമേയം, മെയിൻ തീം. ദ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ നിസ്തുലതയാണ് ഈ പുസ്തകത്തിന്റെ മെയിൻ തീം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു ആരാണെന്ന് അറിയാമോ? ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ നമ്മളങ്ങ് തുള്ളിപ്പോവും ഇല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ തുള്ളേണ്ടത്. കാരണം നമ്മൾ സേവിക്കുന്നവൻ ആരാ? ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റേതെല്ലാം മോട്ടിച്ചോണ്ട് പോയേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ സേവിക്കുന്നത്. അരികിൽ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന, നമ്മളെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമല്ല, ഇവിടുത്തേക്ക് ഇത്രയൊക്കെ ഉള്ളല്ലോ, നിത്യതയിൽ നമുക്കൊരു ഭവനം ഒരുക്കാൻ കഴിയുന്ന ഒരു ദൈവം അല്ലെ. ഒരു നിത്യഭവനം നമുക്ക് വേണ്ടി ഒരുക്കാൻ കഴിയുക പറഞ്ഞാൽ എന്തുവാ പ്രിയപ്പെട്ടവരെ? ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ടാണ് നമ്മളൊരു വീടും കൂടും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. ഇത് നമ്മൾ 5 പൈസ മുടക്കില്ല നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നത്. കർത്താവിനെ ഏറ്റു പറഞ്ഞതേ ഉള്ളൂ, ഞാൻ എന്റെ കർത്താവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നു എന്ന് ഒറ്റ വാക്ക് ഏറ്റു പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഇതെല്ലാം നമ്മുടെ സ്വന്തമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ശ്രേഷ്ഠമായ പദവി നമുക്ക് തന്നു. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണെന്ന് നമ്മൾ അറിയണം. അങ്ങനെയൊക്കെ ആരാധിക്കുമ്പോഴേ പിന്നെ നിങ്ങൾ ആരാധിച്ചേ, നിങ്ങൾ കൈപൊക്കിക്കുന്നൊന്നും നമ്മൾ പറയണ്ട. ഇതൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയാം? യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? സ്തോത്രം. കൊണ്ടുവന്നെല്ലാം അവന്റെ മുമ്പിൽ അർപ്പിച്ചിട്ട്, അല്ലെ, പൊന്നും മൂരും കുന്തിരിക്കെല്ലാം അർപ്പിച്ചിട്ട് നമ്മൾ അവനെ ആരാധിക്കും. അല്ലെ, നമുക്കുള്ളതെല്ലാം നമ്മൾ സമർപ്പിച്ചവനെ ആരാധിക്കും. കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ഹീസ് വർത്തി ഫോർ ഓണർ ആൻഡ് ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലെ, വർഷിപ്പ്. കർത്താവിനെ ആരാധിക്കുവാൻ അവൻ യോഗ്യനായത് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പം നോക്കണേ, പല പല രോഗങ്ങളുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ല. കേൾപ്പാൻ അവർക്ക് മന്ദതയുണ്ട്. 12 അധ്യായത്തിൽ വായിക്കുന്നു, അവർക്ക് കൈകൾ തളർന്നു, കാലുകൾ പൊടിഞ്ഞു. 12:12. ഇതെല്ലാം ഇനിയും 5:12 അവർക്ക് ദഹനക്കേടുണ്ട് അല്ലെ. പ്രോപ്പർ ഡൈജഷൻ ഇല്ല. അതുകൊണ്ട് പറഞ്ഞ് കട്ടിയായ ആഹാരം നിങ്ങൾക്ക് ദഹിക്കത്തില്ല. പാൽ അത്ര നിങ്ങൾ ഇപ്പോഴും പാല് മതി അല്ലെ. നമ്മൾ ഇപ്പൊ ഞാൻ ഈ പതിനും പറയുമ്പോഴും ചെല്ല് പറയും, ദൈവമേ പാല് മതി എന്ന് പറയും അല്ലെ. പാലെന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞേ, നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നു, ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ട്. ഇങ്ങനെയുള്ള പാല് മാത്രം നുകർന്നു പോയിരിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ കൊണ്ട്, കുപ്പിയും കൊണ്ട് വന്നിരിക്കുന്നവരാ പലരും. ഇവിടുത്തെ ഈ രാത്രി പ്രാർത്ഥിക്കുക നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ നല്ല ദൈവമക്കളാ. നിങ്ങൾ ഈ രാത്രി കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഈ ദൈവസന്നിധിക്ക് നിങ്ങളുടെ മുമ്പ് ഞാൻ നമിച്ചു പോകുക. കാരണം നിങ്ങൾ അത്ര ആത്മാവിൽ എരിവുള്ളവരായതുകൊണ്ടാണ് നിങ്ങൾ ഈ രാത്രി ഓപ്പൺ ചെയ്ത് വെച്ചൊക്കെ ഇരിക്കുന്നത്. അല്ലാത്ത ചെല്ലുണ്ടല്ലോ, വന്നിരിക്കുമ്പോൾ തൊട്ടേ ഉറങ്ങുന്ന, ആരാധനാലയത്തിലൊക്കെ വന്നിരുന്ന് ഉറങ്ങുന്നവരെ കുറിച്ച് ഞാൻ പറയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നോക്കണേ, വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുക. സ്തോത്രം. ധൈര്യം ചോർന്നുപോയി, ക്ഷീണവും മടുപ്പും ഡിപ്രഷൻ, ഇതൊക്കെയുള്ള വാക്യങ്ങളെല്ലാം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വിടുക. ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് പരിശുദ്ധാത്മ സ്കാൻ ചെയ്തിട്ട് ഇവരെല്ലാം കണ്ടു. ഇവർക്കെല്ലാം ഇങ്ങനെ ഒരു രോഗിയെ ഡോക്ടർ സ്കാൻ ചെയ്ത പോലെ ചെയ്തിട്ട് ഒരു പ്രതിവിധി കൽപ്പിക്കുക. ഒരു എല്ലാ രോഗങ്ങൾക്കും കൂടി ചിലപ്പോൾ പറയത്തില്ല, ഭയങ്കര ക്ഷീണം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ നമ്മളെ നോക്കിയിട്ട് നമുക്ക് ടോണിക് ഒക്കെ തരാറില്ല ഇല്ലേ. അതുപോലെ ഒരു ടോണിക് നിർദ്ദേശിക്കുക. എന്താ ടോണിക്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എന്താ ഈ രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് തരാനുള്ള ടോണിക്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ലുക്ക് അൺടു ജീസസ്. ലുക്കിംഗ് അൺടു ജീസസ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. അങ്ങോട്ട് ഇറങ്ങി യേശു വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ നമുക്കൊരു നോട്ടമില്ലായിരുന്നോ? ആ നോട്ടമൊക്കെ ഇപ്പൊ മാറിയിട്ടില്ലേ? സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, കുഞ്ഞേ, അതുപോലെ നീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ. 2025 നോക്കുന്നതിനേക്കാൾ അല്പം കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. അല്പം കൂടെ ചേർന്ന് വന്നേ. 4 അധ്യായത്തിന് 14, 15, 16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ കൃപാസനത്തിന് അടുത്തേക്കൊന്ന് വന്നേ. ദൈവത്തിന് സ്തോത്രം. അവിടെ ആരുണ്ട്? അവിടെ ഒരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് നീ ഒന്ന് വന്നേ. ദൈവത്തിന് സ്തോത്രം. ആ കൃപാസനം ഈ രാത്രിയിൽ തുറക്കപ്പെട്ട് കിടക്കുക. നമുക്കറിയാം, ഈ രാത്രി നമ്മുടെ ഇന്ത്യയോട് ബന്ധപ്പെട്ട് എല്ലായിടും അടഞ്ഞിരിക്കുന്ന ഒരു രാത്രിയാണ് അല്ലെ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തെ ഇവിടുത്തെ ഓഫീസുകളെല്ലാം അടവാ. പിന്നെ ഇന്റർനാഷണൽ കമ്പനികളൊക്കെ ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളൂ. നമുക്കറിയാം, അങ്ങനെ അടഞ്ഞിരിക്കുന്ന സമയത്തും
ഈ രാത്രിയിൽ ഇനി പാതിരാത്രിക്ക് 12 മണി വരെയും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകും. ഈ മിനിസ്ട്രിയും എന്റെ അഡ്മിൻ ആയിരിക്കുന്ന സഹോദരിയൊക്കെ രാത്രി 12 മണി വരെ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് എന്നെ ഈ മീറ്റിങ്ങിലെ വിളിച്ച് ഞങ്ങളുടെ സെല്ലിനൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനക്കാരാ, 1 മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാ. ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഇത്ര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ 12 മണിക്കൊന്നും ഞാനിപ്പം പ്രാർത്ഥിക്കത്തില്ല. 12 മണിക്കും ഞാനിപ്പം പ്രാർത്ഥിക്കത്തില്ല. ഒരു 11-11:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കിടക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാനതാ പറഞ്ഞത്, എന്നെക്കാളൊക്കെ നിങ്ങൾ ഒത്തിരി ശ്രേഷ്ഠത, ഞാൻ അതിലൊക്കെ നിങ്ങളെക്കാളൊക്കെ ഒത്തിരി പുറയില്ല. ഞാൻ അതിൽ എന്റെ എന്റെ ഇന്നബിലിറ്റി ഒക്കെ ഞാൻ ഞാൻ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നമ്മളോട് ഈ രാത്രി പരിശുദ്ധാൽ പറയും, യേശു ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താ കാണാൻ പറ്റും? സ്തോത്ര. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവന്റെ മഹത്വം കാണാൻ പറ്റും, ഇല്ലേ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവന്റെ വല്ലഭത്വം കാണാൻ പറ്റും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ ഉള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ അവകാശങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പൊ ഈ ജനം അധൈര്യപ്പെട്ടു പോയ ജനമാണ്. ഈ ജനത്തിന്റെ ധൈര്യത്തിന് വേണ്ടി ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കാനായിട്ട് അവരെ യേശു വചനത്തിൽ അവരെ പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ 4-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 14, 15, 16 വാക്യങ്ങൾ നിങ്ങൾക്ക് ഒരാൾക്ക് വായിക്കാം. അല്ലെ നിങ്ങൾ തന്നെ പറയത്തില്ല, ഈ അമ്മാവ് തന്നെ വന്നിരുന്ന് എല്ലാം വായിച്ചു പോയല്ലോ, ഞങ്ങൾക്ക് വായിക്കാൻ ഒരു അവസരം പോലും തന്നില്ലെന്ന് നിങ്ങൾ പറയത്തില്ല. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായർ 4:14, 15, 16. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എങ്ങനെ? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലും. പ്രിയപ്പെട്ട, നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ജനമാണെന്ന് അറിയും. ഈ രാത്രി, ഈ പാതിരാത്രിക്ക് അടുത്ത് ചെല്ലാൻ നമുക്കൊരു കൃപാസനമുണ്ട്. അത് ഓപ്പണാ. ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു കൃപാസനമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപാസനം. ആ കൃപാസനത്തിൽ ആരുണ്ട്? നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ. മഹാപുരോഹിതന്റെ ശ്രേഷ്ഠത എല്ലാം വർണ്ണിക്കുന്നുണ്ട്. ആകാശത്തിൽ കൂടി കടന്നുപോയവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹെവൻലി പ്ലേസസിൽ കൂടി കടന്നുപോയ, സ്വർഗസ്ഥലങ്ങളിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? ധൈര്യത്തോടെ കടന്നു ചെല്ലണം. പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രഥമ രാത്രിയല്ലേ, ഞാൻ നിങ്ങളെന്ന് ഒരുക്കി പോകുന്നേ ഉള്ളൂ. ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. കടന്നു ചെല്ലുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. എന്താ? ഒന്ന് കരുണ. കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായി 2 കാര്യങ്ങളാണ്, കരുണയും കൃപയും. ഈ രാത്രി നമുക്ക് വേണ്ടത് എന്താ? ഇത് രണ്ടുമാണ്, അല്ലെ? കരുണയും കൃപയും. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തെ ഒരു ശരീരത്തെ ശൂലമൊക്കെ ഉണ്ടായിരുന്നു. ആ ശൂലം തന്റെ ശുശ്രൂഷ ചെയ്യാൻ തനിക്കൊരു ബുദ്ധിമുട്ടാണ് തന്നെ അദ്ദേഹത്തിന് തോന്നി. ഇത് തന്നെ വല്ലാതെ അലട്ടുന്നതായിട്ട് തനിക്ക് തോന്നി. താൻ കർത്താവിനെ ആ കൃപാസനത്തിനടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. കൃപാസനത്തിനടുത്തേക്ക് ചെന്നപ്പോ അദ്ദേഹത്തിന് എന്തോ ലഭിച്ചു? കൃപ. കർത്താവ് പറയും, എന്റെ കൃപ നിനക്ക് മതി, അല്ലെ? ആ രോഗമല്ല അവിടെ ഇരുന്നോട്ട്. ആ ശൂലം എന്താണെന്ന് നമ്മൾ ഈ രാത്രി ചിന്തിക്കാൻ പോകണ്ട. അത് ചിന്തിച്ചാൽ നിങ്ങൾ വെറുതെ മനസ്സ് ഉണ്ടാക്കാൻ പോകണ്ട. അപ്പൊ ഈ ശൂലം എന്തായാലും ഭയങ്കരമായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന, എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ശൂലം കൊണ്ട് കുത്തുന്ന പോലെ തന്നെ അസ്വസ്ഥമാക്കിയിരുന്ന സംഭവം. പക്ഷെ അതും എന്താ ചെയ്തു? അടുത്തേക്ക് ചെന്നപ്പോ, കൃപാസനത്തിന് അടുത്തേക്ക് ചെന്നപ്പോ കർത്താവ് പറയാം, മകനെ, അത് അവിടെ ഇരുന്നോണ്ട്, പക്ഷെ എന്റെ കൃപ നിനക്ക് മതി. ഈ രാത്രി ഈ സൂമിലെ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്ത് പ്രവേശിച്ചിരിക്കുന്ന സഹോദരിമാരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങൾ ഭാരപ്പെടുന്ന ആ ശൂലം എന്തുവായിക്കൊള്ളട്ടെ, പക്ഷേ ഈ കൃപാസനത്തിന് അടുത്തേക്ക് വരുമ്പോ നിങ്ങൾക്ക് തരാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ കരുണയും കൃപയും. കർത്താവ് പറയാ, ആ കൃപ മതി. സ്തോത്രം. നിന്റെ എല്ലാ പ്രശ്നത്തിനും ഈ കൃപ മതി. നിന്റെ എല്ലാ പ്രതികൂലത്തിനും കൃപ മതി. കൃപ മതി. ഒന്ന് പറഞ്ഞേ, കർത്താവേ, എനിക്ക് ഈ കൃപ മതി. ഹല്ലേലൂയ. കൃപ മതി ദൈവമേ. സ്തോത്രം. ഈ കൃപ പോരായോ എന്നല്ല ചോദിക്കുന്ന, മതിയെന്ന് പറഞ്ഞാൽ അത് മതി. അത് മതി. ആ കൃപ, സ്വർഗത്തിൽ നിന്ന് കൃപ പകർന്നു തന്നാൽ ഏത് പ്രതികൂലത്തിന്റെ തീച്ചൂളൽ കൂടി നടന്നു പോകുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഞാൻ 2 കൂട്ടം കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഈ മീറ്റിങ്ങിന്, ഈ വചന ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സ്തോത്രം.
നമ്മുടെ കർത്താവ് പാപമൊഴികെ നമുക്ക് സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതിന്റെ ആ വാക്യം നമ്മൾ കണ്ടില്ല, പാപമൊഴികെ സർവത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അല്ലെ. അപ്പൊ കർത്താവിനറിയാം നമ്മുടെ എല്ലാ അവസ്ഥയും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും കർത്താവ് അറിയാം. നമ്മുടെ നിന്ദകൾ അറിയാം, വേദനകൾ അറിയാം, എന്തിനു വേണ്ടി നമ്മൾ ഭാരപ്പെടുന്ന അറിയാം. നമ്മുടെ ചിലപ്പോൾ തിരസ്കരിക്കപ്പെടുമല്ലോ, നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നമ്മൾ തിരസ്കരിക്കപ്പെട്ടു പോകും. അങ്ങനെയുള്ള നമ്മുടെ നിന്ദകൾ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കും, ഇതെല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കുറ്റം ചുമത്തപ്പെടും, കുറ്റാരോപിതരായിത്തീരും. ഇതെല്ലാം ആർക്കറിയാം? നമ്മുടെ കർത്താവിനറിയാം. ഇതെല്ലാം കടന്നുപോയിട്ട് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവ് പാപം ചെയ്തില്ല. അവസരങ്ങൾ ഇഷ്ടംപോലെ മുന്നേ വന്നു, സാത്താൻ പരീക്ഷണം കൊണ്ട് പുറകെ നടന്നു അല്ലെ. പക്ഷെ നമ്മുടെ കർത്താവ് ആരായിരുന്നു? ഈ പാപം തൊടാൻ പോലും കഴിയാത്ത അത്ര നിസ്തുലരായ ഒരു കർത്താവായിരുന്നു ആ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. 16-ാം വാക്യത്തിൽ വായിക്കുന്നു, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തെ അടുത്തേക്ക് ഇല്ലും. പഴയ നിയമത്തിലെ കൃപാസനത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. ആ കൃപാസനത്തിൽ 3 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാ കൃപാസനത്തിലുള്ള 3 കൂട്ടം കാര്യങ്ങൾ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഒന്ന്, ആ കൽപ്പലകൾ ഉണ്ടായിരുന്നു ഇല്ലേ. പിന്നെ നമുക്കറിയാം അഹരോന്റെ തളർത്ത വടി ഉണ്ടായിരുന്നു ഇല്ലേ. പിന്നെ നമുക്കറിയാം മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രം. അതൊക്കെ ഒരു ഇച്ചിരി ഡീപ്പായിട്ട് പറയേണ്ടതായിരുന്നു, ഞാനങ്ങ് വിടുക. ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നോക്കണേ, ഈ അഹരോന്റെ ഇത് 3 മത്സരത്തിന്റെ സിമ്പലം അല്ലെ. അവരുടെ മത്സരത്തിന്റെ, അവരുടെ റിബല്യനായി തീർന്നപ്പോ അതിന്റെ സിമ്പലാണ് ഈ 3. അതുകൊണ്ട് ഇതെടുത്ത പെട്ടകത്തിനകത്ത് വെക്കാൻ പറഞ്ഞു തന്നെ, ഈ കൃപാസനത്തിനകത്ത് വെച്ചേക്കാം. നോക്കിക്കേ, ഈ മന്നയൊന്ന് നോക്കിക്കേ. ഈ മന്നയുടെ ആയുസ് നമുക്കറിയാം. ഈ മന്നയുടെ ആയുസ് ഒറ്റ ദിവസമേ ഉള്ളൂ അല്ലെ. നീ ശബത്തിന്റെ തലേദിവസം, അത് 2 ദിവസം എന്ന് പറഞ്ഞാൽ ആ ഫുൾ അന്നില്ലല്ലോ തലേദിവസം. അപ്പൊ ആ 2 ദിവസം അത് കേടുകൂടാതിരിക്കും. പക്ഷെ കൃപാസനത്തിരിക്കുന്ന മഞ്ഞ നോക്കിക്കേ, വല്ല കേടുമുണ്ടോ? എത്ര നാളായി? ഒത്തിരി നാളുകളായി, വർഷങ്ങളായി. വല്ല കേടുമുണ്ടോ? ഒരു കേടുമില്ല. കാരണം ഇരിക്കുന്ന എവിടെ? കൃപാസനത്തിന്റെ അരികിൽ. പ്രിയപ്പെട്ടവരെ, ഈ കൃപാസനത്തിന്റെ അരികിൽ വന്നാൽ സ്തോത്രം, നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. തകർന്നു പോയി എന്ന് പറഞ്ഞതാലും ഹല്ലേലൂയ, നീ ആയുസില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സ്തോത്രം, എല്ലാം തീർന്നെന്ന് നമ്മളെ ഫുൾ സ്റ്റോപ്പ് എടുത്തില്ല. ചിലതിനൊക്കെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് എടുത്തില്ല, എല്ലാം തീർന്നെന്നും പറഞ്ഞു. എല്ലാം തീർന്നു ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും നീ കൃപാസനത്തിന് അടുത്തോട്ടൊന്ന് വന്നു നോക്കിയേ, നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ജീവദായക ശക്തി അവിടെ ഉണ്ട്. നിനക്ക് ജീവൻ പകരുന്ന ഒരു കൃപയുടെ ശക്തി അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൃപാസനത്തിന് അടുത്തേക്ക് വരുമ്പോ സ്തോത്രം, നീ തകർന്നു പോയി, ഇല്ലായ്മയായി, ഭൂമിയിൽ ഇനി ഇല്ലെന്ന് പറഞ്ഞെടുത്ത ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്തുന്ന ഒരു പുതിയ നാമ്പ് സ്തോത്രം, ഒരു പുതിയ തുടക്കം ആരംഭിക്കാൻ കഴിയുന്നവൻ. നീ അകനോട് തളത്തോടെ നോക്കിക്കേ, നമുക്ക് അതും അറിയാം. അത് ഒരു അതിന്റെ ഒരു സിമ്പലാണ്. ഈ അധ്യായങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വിടുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന, സത്യത്തിൽ പറഞ്ഞ മൈക്ക് അങ്ങോട്ട് വന്നാൽ നിങ്ങൾ ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ നല്ലതായിട്ട് പറയുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള സഹോദരിമാരെ നിങ്ങൾ. അപ്പൊ അതേ വിശദീകരണം ഒന്നും ഇതിന് ആവശ്യമില്ല. എന്നിലും ഞാനിത് പറയട്ടെ. ഈ അഹരോന്റെ തളർത്ത വടി, ഇത് തളർക്കാൻ വേണ്ടി നമുക്കറിയാം ഒരു ചെടി. ഞാനിപ്പോ ഇവിടെ കുറച്ച് ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അത് തളർക്കണമെങ്കിൽ വെള്ളം വേണം അല്ലേ, വെള്ളം വേണം, മണ്ണ് വേണം അല്ലേ, വായു സഞ്ചാരം വേണം, പിന്നെ എന്തെല്ലാം കൊടുത്താലോ, വെള്ളവും മണ്ണും ഇതെല്ലാം ആവശ്യം. പക്ഷെ ഈ വടിയെ നോക്കി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല അല്ലെ. ഉണങ്ങിയ വടിയെന്ന് പ്രത്യേകിച്ച് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയ വടിയാണ് അല്ലെ. കിളിർക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ഈ വടി കൊണ്ട് വെച്ചതെവിടെ? കൃപാസനത്തിന്റെ അടുത്ത്, കൃപാസനത്തിന്റെ ഉള്ളിൽ. സ്തോത്രം. കൃപാസനത്തിന്റെ അരികിലോട്ട് വെച്ചപ്പോ എന്തോ ചെയ്തു? സ്തോത്രം, ആ കൃപ ഇതിന്റെ മേലെ പകർന്നപ്പോ ഹല്ലേലൂയ, ആ കൃപയെ വാരുതി പോലെ ഇതിന്റെ മേലേക്ക് പകർന്നപ്പോ എന്തോ ചെയ്തു? ഈ ഉണങ്ങിയ വടി ഹല്ലേലൂയ തളിർത്തു. ഹല്ലേലൂയ. ഈ ഉണങ്ങിയ വടിയെ തളർപ്പിക്കുന്ന കൃപാസനം കേട്ടോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരികളെ, ഒരു ഉണങ്ങിയ വടി പോലെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചവരായിരിക്കാം നമ്മൾ. തലമുറകളെ കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചവരായിരിക്കും നമ്മൾ. എന്നിട്ട് ഈ രാത്രി യാദൃച്ഛിക ഒരു പക്ഷേ മീറ്റിംഗിൽ കയറിയതായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന് ഒരു ദൂത് നിന്നോട് കൈമാറാനുണ്ട്. നിന്റെ സ്തോത്രം എല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്തു നിന്ന് ഒരു പുതിയ തുടക്കം ആരംഭിക്കാൻ കഴിയുന്ന ദൈവമാ നമ്മുടെ ദൈവം. സ്തോത്രം. നിന്നെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമാ നമ്മുടെ ദൈവം. കാരണം ഇത് കൃപാസനം. അവിടെ പകരപ്പെടുന്ന കൃപയാ, അവിടെ പകരപ്പെടുന്ന കരുണയാ. കരുണ എന്ന് പറഞ്ഞാൽ പഴയകാലത്തിലുള്ളതിന്റെ പാപങ്ങൾക്കെല്ലാം കരുണ ലഭിച്ചു. ഇപ്പൊ പുതുതായിട്ട് ദിനം തോറും നിനക്ക് കൃപ പകർന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ അവിടെ ഒരാളുണ്ട്, ആരാ? ഒരു നിത്യശ്രേഷ്ഠ മഹാപുരോഹിതൻ. അതുകൊണ്ട് നിന്റെ അസ്തമിച്ചു പോയി എന്ന് പറയുന്ന, ഇനി യാതൊരു ജീവിതത്തിൽ പ്രതീക്ഷയില്ലെന്ന് പറയുന്ന സകല വിഷയങ്ങളുടെയും നടുവിൽ ഹല്ലേലൂയ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയാം. നിങ്ങളെ ചിലരെ അത്ഭുത വിഷയമാക്കി ദൈവം തീർക്കും. പരിശുദ്ധാത്മാവിനോട് പറയാം, നിങ്ങളെ ചിലരെ ദൈവം തന്റെ മഹത്വമുള്ള ശുശ്രൂഷ
ശുശ്രൂഷയ്ക്ക് ശക്തിയോടെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഈ 2025 നിങ്ങളുടെ ജീവിതത്തിൽ കഴിയാറായല്ലോ. പക്ഷെ ഇതിന് മുൻപ് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെട്ട് കൃപയൊരു വാരുതി പോലെ പകർന്നു തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാ. സ്തോത്രം. ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ നിർത്തട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് പറഞ്ഞെന്താ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. 12-ാം അധ്യായത്തെ നമ്മൾ കാണുക. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാരാ? വിശ്വാസത്തിന്റെ നായകനാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ, ഞാൻ സേവിക്കുന്ന ദൈവമാരാ? അവൻ എന്റെ വിശ്വാസത്തിന്റെ നായകനാ. ഹീസ് ഫിനിഷ്. നമ്മുടെ ജീവിതത്തിന്റെ സ്തോത്രം നെടുനായകത്വം വഹിച്ച് വിശ്വാസയാത്രയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ദൈവം നമ്മുടെ വിശ്വാസയാത്ര പൂർത്തീകരിപ്പാൻ നമ്മളെ സഹായിക്കുന്നവനാ. താത്താ പറയാ, ഇടയ്ക്കിട്ടേച്ചു പോകും, പൂർത്തീകരിക്കത്തില്ല, ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ കർത്താവ് പറയുക, ഇത് പൂർത്തീകരിക്കും. കാരണം നമ്മൾ ഇരിക്കുന്ന ഇവിടെ കൃപാസനത്തിന്റെ അരികില. ഇത് ഉണങ്ങിയതാകാം, ആശയെല്ലാം അറ്റുപോയതായിരിക്കാം, ഇത് ക്രമിച്ച് ദ്രവിച്ചു പോകാനൊക്കെ സാധ്യതയുള്ളതാ. പക്ഷെ ഇരിക്കുന്ന കൃപാസനത്തിന്റെ അകത്തായതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ. മരണഭീതി ഉള്ളവരും ചിലരിവിടെ ഉണ്ട്. അല്ലെങ്കിൽ ആയുസിന്റെ മധ്യവച്ചിന്റെ എടുത്തു കളയുമോ എന്നോർത്ത് ഭാരപ്പെടുന്നവർ, ചില രോഗങ്ങളുടെ ആ ഭാരത്തിന്റെ നടുവിൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. ചില ഹാർട്ടിന്റെ രോഗങ്ങൾ നിമിത്തം ഭാരപ്പെടുന്നവർ. എന്നാൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഏതവസ്ഥയിലും നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ തളർപ്പിക്കുവാൻ, നിന്നെ മുൻപോട്ട് പുഷ് ചെയ്ത് ആത്മശക്തിയോടെ മുൻപോട്ട് അയക്കുവാൻ കഴിവുള്ളൊരു ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി ഈ വചനം കേട്ട എല്ലാ